ഓക്കെ, അപ്പോൾ ഞാനത് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മിഥുൻ ആണ്. മിഥുൻ, സ്വദേശം അഞ്ചലാണ്, കൊല്ലം ജില്ലയിൽ, ബഡ്സിലും ട്രിവാൻഡ്രം. അപ്പൊ നിങ്ങളുടെ റീസണിങ് ഫാക്കൽറ്റി ആണ് കേട്ടോ, റീസണിങ് ഫാക്കൽറ്റി ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് അല്ലേ ഇത്? ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പം ജസ്റ്റ് റീസണിങ്ങിൽ വരുന്ന നമ്മുടെ സിലബസ് ജസ്റ്റ് ഓടിച്ച് പറയാം. ഇത് നമുക്ക് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ബന്ധപ്പെട്ടിരുന്ന എല്ലാ എക്സാംസിനും നമ്മുടെ റീസണിങ് ഉണ്ടല്ലേ? റെയിൽവേയുടെ ബന്ധപ്പെട്ടിരുന്ന എല്ലാ എക്സാമിനും റീസണിങ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ടെക്നീഷ്യൻ എടുത്താലും, ഓക്കെ, ടെക്നീഷ്യൻ എക്സാം എടുത്താലും, ടെക്നീഷ്യൻ ഗ്രേഡ് 1, അതുപോലെ ഗ്രേഡ് 3 റീസണിങ് വരുന്നുണ്ട്. പിന്നീട് ALPയുടെ എക്സാം റീസണിങ് ഉണ്ട്. അതുപോലെ JEയുടെ എക്സാം റീസണിങ് വരുന്നുണ്ട്. NTPC കൂടാതെ ഗ്രൂപ്പ് ഡി എക്സാംസ്, ഇതിനെല്ലാം റീസണിങ് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ആദ്യം നമ്മുടെ സിലബസ് കാണിക്കാം. നമ്മുടെ സിലബസ് ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ? അനലോഗീസ്, completion of number and alphabetical series, coding and decoding, mathematical operations, simulation differences, relationships, analytical reasoning, syllogism, jumbling, Venn diagrams, puzzle, data sufficiency, statement conclusion, statement course of action, decision making, maps, interpretation of graphs. ഇതാണ് ബേസിക് നമ്മുടെ സിലബസിൽ വരുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി ഇത് മാത്രമല്ല, അവസരങ്ങളുടെ എക്സെട്ര എന്നൊരു പറയുന്നുണ്ട്. അപ്പം ആക്ച്വലി ഇത് മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടെ അധികം ടോപ്പിക്സ് നമ്മുടെ എക്സാംസ് ചോദിക്കുന്നുണ്ട്. അപ്പം ടോപ്പിക്സ് പഠിക്കാൻ ടോപ്പിക്സ് എന്തൊക്കെയാണ് ആദ്യം പറയാം. ഓക്കെ, അപ്പൊ മെയിൻ റീസണിങ് വരുമ്പോഴത്തേക്ക് വെർബൽ റീസണിങ്ങും ഉണ്ട്, നോൺ വെർബൽ റീസണിങ്ങും ഉണ്ട്. ഓക്കെ, വെർബൽ റീസണിങ് ഉണ്ട്, നോൺ വെർബൽ റീസണിങ് ഉണ്ട്. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫിഗേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നോൺ വെർബലിൽ വരുന്നത്. ഓക്കെ, ഇനി വെർബൽ ആണ് കുറച്ചും കൂടെ നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു ഏരിയ. കാര്യം ഇതിൽ കുറച്ച് ടോപ്പിക്സ് കുറച്ചും കൂടെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ട്. അതായത് നമ്പർ സീരീസ്. ഓക്കെ, സ്ഥിരമായിട്ട് പഠിക്കേണ്ട ഏരിയ ആണ് നമ്പർ സീരീസ്. നമ്പേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതായത് കുറച്ച് ടൈം കൺസ്യൂമിങ്ങിന്റെ ബേസിൽ വരുന്നുണ്ട്. അത് ലോജിക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം സ്ഥിരമായിട്ട് പഠിക്കേണ്ട ഏരിയ നമ്പർ സീരീസ്. അതുപോലെ തന്നെ ഈ അനലോഗി. ഓക്കെ, അനലോഗി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് A:B C:D എന്ന രീതിയിലാണ് അനലോഗി ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അവിടെ നമ്പേഴ്സും ലെറ്റേഴ്സും വേർഡ്സും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നീട് ലെറ്റർ സീരീസും സ്കിപ്പ് സീരീസും പൊതുവെ എളുപ്പമാണ്, കുഴപ്പമില്ല. ഓക്കെ, പിന്നീട് ഈ സിമിലാരിറ്റീസ് ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, നമ്മൾ ഓഡ് മാൻ ഔട്ട്, ഒറ്റയാനെ കണ്ടെത്തുകയാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓഡ് മാൻ ഔട്ട്. പിന്നീട് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കോഡിങ് ആൻഡ് ഡീകോഡിങ്. നന്നായിട്ട് പഠിക്കേണ്ട പേരും കോഡിങ് ഡീകോഡിങ്. പിന്നീട് ഡിറക്ഷൻ ഡിസ്റ്റൻസ്. ആക്ച്വലി സിലബസിൽ ഇങ്ങനെയാണ് പറയുന്നില്ലെങ്കിൽ പോലും സ്ഥിരമായിട്ട് എന്താണ് എക്സാംസിൽ വരുന്നുണ്ട്. പിന്നീട് റിലേഷൻഷിപ്പ്. ഓക്കെ, പിന്നീട് റാങ്കിങ് ആൻഡ് ഓർഡറിങ്. ഇതും ബേസിക്കലി സിലബസിൽ പറയുന്നില്ല, പക്ഷേ നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? പിന്നീട് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് സിലോജിസം. ഇവിടെ നമ്മൾ കുഞ്ഞിലും പഠിക്കാത്തതായിട്ടുള്ള കുറച്ച് തിയറി പാർട്ടുകൾ വരുന്നുണ്ട്. അപ്പം അത് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കും. പഠിച്ചാൽ സിമ്പിൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സിലോജിസം. ഓക്കെ, പിന്നീട് വീണ്ടും നമ്പേഴ്സ് ബന്ധപ്പെട്ട ഈ നമ്പർ പസിൽ. അപ്പം ഇതും ആക്ച്വലി പ്രത്യേകിച്ച് സിലബസിൽ പറഞ്ഞാലേ പോലും പഠിച്ചേ പറ്റുള്ളൂ. കൂടാതെ സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിലും വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. അതും ഒരു 2-3 ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഈ കലണ്ടറും തോക്കും സിലബസിൽ പറഞ്ഞാൽ പോലും അത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, കൂടാതെ ഈ പറഞ്ഞ ജംബ്ലിംഗ്, ഇത് ഭയങ്കര സിമ്പിൾ ആണ്, വളരെ പഠിക്കാനും കാര്യമായിട്ടൊന്നും ഇല്ല, സിമ്പിൾ ടോപ്പിക്കാണ്. അതിന്റെ അർത്ഥം ഇതേ ഉള്ളൂ, അറേഞ്ച്മെന്റ് വേർഡ്സ് ഇൻ ലോജിക്കൽ ഓർഡർ. അതായത് ആ കുറച്ച് വാക്കുകൾ വരും, അവർ നമ്മൾ എന്ത് ചെയ്യണം, ലോജിക്കൽ ഓർഡർ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിക്ഷണറി ബേസ് അറേഞ്ച് ചെയ്യാൻ പറയും. കൂടാതെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, നമ്മുടെ ബോർഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യുന്ന ചോദ്യമാണ് ഈ പറയുന്ന മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് സിലബസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൺവേഴ്സോട് പറയുന്നുണ്ട്, പക്ഷേ ആർഗ്യുമെന്റ്സ്, അസംഷൻസ്, കോസ് ആൻഡ് ഇഫക്റ്റ്, കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, ഇവര് കുറച്ച് കാര്യമായിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണ്. അതും പക്ഷേ എളുപ്പമാണ്, പഠിച്ചാൽ എളുപ്പം ഇങ്ങനെ സിമ്പിൾ ചെയ്യാൻ പറ്റും. കൂടാതെ ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. പിന്നീട് ആൽഫ ന്യൂമറിക് സീരീസും ഇൻഇക്വാലിറ്റീസും, ഇതും ബേസിക്കലി സിലബസിൽ പറയുന്നില്ല, പക്ഷേ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ഡേറ്റ സഫിഷ്യൻസി. ഇതാണ് ഇത്രയും ടോപ്പിക്സ് ആണ് ബേസിൽ വെർബൽ റീസണിങ്ങിൽ വരുന്നത്. പിന്നെ നോൺ വെർബൽ റീസണിങ് വരുന്ന ടോപ്പിക്സ് ആണ് കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്. ഇത് കുറച്ച് കാര്യമായിട്ട് പഠിക്കും. കാര്യം ഇവിടെ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫിഗർ തന്നിട്ട് നമ്പർ ഓഫ് ട്രയാങ്കിൾസോ അല്ലെങ്കിൽ സ്ക്വയേഴ്സോ റെക്ടാങ്കിൾസോ എല്ലാം ചോദിക്കും. അവിടെ കുറെ ട്രിക്സ് ഉണ്ട്. ട്രിക്സ് പഠിച്ചാൽ സ്ഥിരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഥവാ ചുരുങ്ങിയ സമയം അനുസരിച്ച് എത്തിക്കാൻ പറ്റും. പിന്നീട് പറയുന്ന ക്യൂബ്സ് ആൻഡ് ഡൈസ്, മിറർ ആൻഡ് വാട്ടർ ഇമേജസ്, പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ്, എംബഡഡ് ഫിഗേഴ്സ്, കംപ്ലീഷൻ ഓഫ് ഫിഗേഴ്സ്, ഫിഗർ സീരീസ്, ഫിഗർ അനലോഗി, ഫിഗർ ക്ലാസിഫിക്കേഷൻ, വെൻ ഡയഗ്രാം. ഇത്രയും ടോപ്പിക്സ് ഇതും സിലബസിൽ പറയുന്നില്ല, പക്ഷെ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് കണ്ടോ അനലിറ്റിക്കൽ റീസണിങ് എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മുടെ നോൺ വെർബിൽ ഉൾപ്പെടുന്ന മെയിൻ കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?
അപ്പൊ നോൺ വെർബൽ ആക്ച്വലി കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് വെച്ച് ബാക്കിയുള്ള 9 ടോപ്പിക്സും വളരെ ചുരുങ്ങിയ വെറും 5 സെക്കൻഡ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ആക്ച്വലി. അതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, പിന്നെ കുറച്ച് മിസ്ലേഴ്സ് അവർ എക്സ്ട്രാ എന്ന് പറയുന്ന മിസ്ലേഴ്സ് ക്വസ്റ്റ്യൻസ് വരും. പിന്നീട് സിലബസ് പ്രകാരം നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ് അല്ലെ, ഗ്രാഫ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് ആക്ച്വലി. അത് QAയിൽ വരുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും നമ്മുടെ റീസണിങ്ങിലാണ് സിലബസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഗ്രാഫുകൾ അല്ലെങ്കിൽ ലൈൻ ഗ്രാഫോ ബാർ ഗ്രാഫോ പൈ ചാർട്ടോ തന്നിട്ട് നമുക്ക് ആവറേജ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. സോ റീസണിങ് ഉൾപ്പെടുത്തിയേ ഉള്ളൂ. പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് മാത്സ്. ഓക്കെ, മാത്സ് ആക്ച്വലി നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് സിലബസിൽ ഉണ്ടെങ്കിൽ പോലും ഇന്നേ വരെ ആ ടോപ്പിക്കിൽ വന്നിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അപ്പൊ ചോദിച്ചാൽ തന്നെ നമുക്ക് ഒരു ഏരിയയുടെ മാപ്പ് തന്നിട്ട് ഒരു എക്സാമ്പിൾ പറയുവാണ്, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ബിൽഡിങ് എന്താ അവിടെ നോക്കുമ്പോൾ നമ്മുടെ സ്കൂൾ അവിടെ നിൽക്കുന്നു. ബേസിക് ഡയറക്ഷൻ ഡിസ്റ്റൻസോട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അവിടെ മാപ്പ് കൂടെ തിരുവെന്ന് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതാണ് മാപ്സ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്നേ വരെ റെയിൽവേയോട് ബന്ധപ്പെട്ട് എല്ലാ സിലബസിലും മാപ്സ് ഉണ്ടെങ്കിൽ പോലും ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് പക്ഷെ ചോദിച്ചാലും ഭയങ്കര സിമ്പിൾ ആണോ, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്. ഉണ്ടോ? ക്ലിയർ ആയോ? ടോപ്പിക്സ് ഉണ്ടോ? ഓക്കെ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ കണ്ടോ? ടോപ്പിക്സ് ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ക്ലിയർ ആണോ? മറ്റു കുട്ടികൾക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, വരും. ഓക്കെ, അപ്പം സിലബസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി റീസണിങ് ഭയങ്കര സിമ്പിൾ ആട്ടോ, ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ALP ആയിട്ട് ബന്ധപ്പെട്ട് ലോക്കൽ എക്സാമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 25 ക്വസ്റ്റ്യൻ റീസണിങ് ആണ്. അതായത് 3 ഒരു ക്വസ്റ്റ്യൻസ് വരുന്നതും റീസണിങ് മാത്രമായിരിക്കും. ഓക്കെ, ടയർ 1 ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട റീസണിങ് പൊതുവെ എളുപ്പമാണ്, എല്ലാവർക്കും എളുപ്പമായിരിക്കും. ഒന്ന് പഠിച്ചില്ലേ പോലും ആ ഒരു 25 ക്വസ്റ്റിനകത്ത് ഒരു 10 ക്വസ്റ്റ്യൻ വെറുതെ കിട്ടും. ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താ വേണം, വളരെ കുറച്ച് കാര്യമായിട്ട് പഠിച്ച് എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കി, ടോപ്പിക്സ് എല്ലാം മനസ്സിലാക്കി ചുരുങ്ങിയത് നമുക്കറിയാം 75 ക്വസ്റ്റ്യൻ 1 മണിക്കൂർ എക്സാം ആണ്. ഓക്കെ, സോറി 1 മണിക്കൂർ എക്സാം 1.25 മണിക്കൂർ എക്സാം വരുന്നുണ്ട്. ഓക്കെ, ആ എക്സാംസ് 1.25 മണിക്കൂറിനകത്ത് 25 ക്വസ്റ്റ്യൻ ഏകദേശം നമ്മൾ എന്ത് വേണം, ഒരു 12 മുതൽ 13 മിനിറ്റ് ചെയ്ത് തീർക്കണം. എന്നാൽ മാത്രമേ ബാക്കി സമയം നമുക്ക് മാത്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം അറ്റംപ്റ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ഏത് എക്സാം എടുത്താലും ഇപ്പം NTPC എടുക്കുകയാണെങ്കിൽ 90 ക്വസ്റ്റിനകത്ത് 100 ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യൻ റീസണിങ് വരുന്നുണ്ട്. അതുപോലെ ടയർ 2 ആണെങ്കിൽ 120 35 ക്വസ്റ്റ്യൻ റീസണിങ് വരുന്നുണ്ട്. ALPയിൽ ടയർ 1 25 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ടയർ 2 100 30 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണെങ്കിൽ 100 15 ക്വസ്റ്റ്യനേ ഉള്ളൂ, അവിടെ എണ്ണം കുറവാണ്. ഗ്രേഡ് 3 100 25 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, പിന്നീട് ടയർ 1 125 ക്വസ്റ്റ്യൻ, ടയർ 2 റീസണിങ് വരുന്നില്ല, മാക്സിമം വരുന്നില്ല. ഓക്കെ, ഗ്രൂപ്പ് ബിക്ക് 130 ക്വസ്റ്റ്യൻ റീസണിങ് വരുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി നല്ലൊരു വലിയ ശതമാനം ക്വസ്റ്റ്യൻസ് തന്നെ റീസണിങ് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്തിക്കണം. ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാക്സിമം 15 മിനിറ്റ് എടുക്കാം. 25 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാക്സിമം 12-13 മിനിറ്റ് എടുത്താൽ മതിയാകും. അത്രയും സമയം ചെയ്ത് തീർക്കാമെന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ചോദിക്കത്തുള്ളൂ. എളുപ്പമാണ് പൊതുവെ മനസ്സിലാക്കാതെ നന്നായിട്ട് പ്രാക്ടീസ് സ്പീഡ് നിങ്ങൾ ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ മറ്റ് ടോപ്പിക്സ് മാത്സിനും ജനറൽ മാത്സിനും സമയം കൊടുത്ത് നമുക്ക് മാക്സിമം അറ്റംപ്റ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് റീസണിങ് എളുപ്പമാണ്, മനസ്സിലാക്കി എളുപ്പമാണ്, എല്ലാവർക്കും എളുപ്പമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, വളരെ ചുരുങ്ങിയ സമയം ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റണം. ആ ഒരു ഐഡിയ എപ്പോഴും വേണം. അപ്പൊ സ്ഥിരമായിട്ട് കുറച്ചു കാലം സെറ്റായി വരുന്നവരെ സ്ഥിരമായിട്ട് റീസണിങ് പഠിച്ചു പോവുക. എളുപ്പം എന്നത് പഠിക്കാണ്ടിരിക്കരുത്, ഡെയിലി പ്രാക്ടീസ് പോകണം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇതാണ് മെയിൻലി റീസണിനെ പറ്റി പറയാനുള്ളത്. ഭയങ്കര സിമ്പിൾ ആണോ, വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് റീസണിങ്. ഓക്കെ അല്ലേ? സെറ്റാണോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് സിലോജിസം. ഓക്കെ, സിലോജിസം ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. കാര്യം അവിടെ നമുക്കൊരു 1 മുതൽ 2 ക്വസ്റ്റ്യൻ വരെ മിനിമം ചോദിച്ചു പോകുന്നുണ്ട്. നമുക്കതൊരു മാക്സിമം ഒരു 30 സെക്കൻഡോട് 2 ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, 30 ക്വസ്റ്റ്യൻ കൊണ്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 30 സെക്കൻഡോട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അത്ര എളുപ്പമാണ്. പക്ഷെ കുറച്ചൊരു തിയറി പാർട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, കുറച്ചൊരു തിയറി പാർട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ടോപ്പിക് പറഞ്ഞു കേട്ടോ. കുറച്ചൊന്ന് സെറ്റായി വരുന്നവരെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം സിലോജിസം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വരും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടോപ്പിക് സിലോജിസം ആണ്. കുറച്ചൊരു തിയറി പാർട്ട് വരുന്നുണ്ട് കേട്ടോ, കുറച്ച് തിയറി പാർട്ട് വരുന്നുണ്ട്. അപ്പൊ ആദ്യം എന്തായാലും സിലോജിസോട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ് കാണിക്കാം കേട്ടോ. ഇതാണ് സിലോജിസോട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്. ഇപ്പൊ ഡയറക്ഷൻസ് പറയുന്നുണ്ട്. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൻ ഫോളോഡ് ബൈ
some conclusions. You have to take the given statements to be true even if they seem to be at variance from commonly known facts. Okay, അത് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകും. ഓക്കെ, കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ടാകും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സിനെ അടിസ്ഥാനമാക്കിയാണ് തരുന്ന കൺക്ലൂഷൻസ് ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇല്ലാന്ന് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. ഇവിടെ പറഞ്ഞ കാര്യം, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആയിട്ട് തന്നെ എപ്പോഴും ട്രൂ ആയിട്ട് കരുതുക. ഈവൻ if they seem to get variance from commonly facts, എന്ത് പൊട്ടത്തരമാണെങ്കിലും തരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആയിട്ട് തന്നെ കരുതണം. കണ്ടോ ആ ക്വസ്റ്റ്യൻ കണ്ടോ? സം ബോയ്സ് ആർ ഗേൾസ്. നോർമലി ലോജിക്കലി ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ല, അല്ലെങ്കിൽ ശരിയല്ല. ഓക്കെ, എന്നിരുന്ന പോലെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് കരുതുക. ആ സ്റ്റേറ്റ്മെന്റ്സിനെ അടിസ്ഥാനമാക്കി വേണം തരുന്ന കൺക്ലൂഷൻസ് ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇല്ലാന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ചെയ്യേണ്ടവരുടെ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ടോപ്പിക് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വെൻ ഡയഗ്രം കേട്ടോ, വെൻ ഡയഗ്രം വരച്ചാണ്, ഇവരുടെ വെൻ ഡയഗ്രം വരച്ചാണ് നമ്മൾ നോർമലി ഈ ടോപ്പിക്ക് എളുപ്പം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അത്ര വെൻ ഡയഗ്രം വരയ്ക്കാൻ അറിയാം. ഈ വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് വെൻ ഡയഗ്രം എന്ന ടോപ്പിക്ക് നമുക്ക് വേറെ എക്സ്ട്രാ വരുന്നുണ്ട്, സിലബസിനല്ലാതെ വെൻ ഡയഗ്രം ടോപ്പിക്കിന് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുറച്ച് വാക്കുകൾ ഉണ്ടാകും, അവരുടെ റിലേഷൻ അനുസരിച്ചിട്ട്, അവരുടെ ബന്ധം അനുസരിച്ച് അവരെന്ത് ചെയ്യുക, ഡയഗ്രമാറ്റിൽ റെപ്രസെന്റ് ചെയ്യണം. അതായത് സർക്കിളോ സ്ക്വയറോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫിഗേഴ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഷേപ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ റിലേഷൻ അനുസരിച്ച് ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യണം. അതാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, വെൻ ഡയഗ്രം വരച്ചിട്ടാണ് ഇവരെ സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? തെറ്റാണോ? റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യാമോ? കുറേ കുട്ടികളുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, വെരി ഗുഡ്. ശരി, അപ്പം ഇതാണ് സിലബസിന്റെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് നമുക്ക് ഇതിനകത്ത് തന്നെ മെയിൻ ആയിട്ട് നാല് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇനി കുറച്ച് തിയറി പാർട്ട് വരുന്നുണ്ട്, കുറച്ച് ബോറൊക്കെ ആയിരിക്കും. ക്ഷമയോടെ കേൾക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. കാര്യം ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എളുപ്പം, നേരത്തെ പറഞ്ഞു സിലബസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏത് ക്വസ്റ്റ്യൻ എടുത്താലും മാക്സിമം പോയ 15 സെക്കൻഡ്സ് മതിയാവും. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് തിയറി പാർട്ടിൽ പറയാൻ പോകുന്നുണ്ട്, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ബോറടിച്ചാലും ക്ഷമയോടെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. അപ്പൊ മെയിൻ ആയിട്ട് 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഓൾ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഓൾ സ്റ്റേറ്റ്മെന്റ്. ഓൾ. ഓക്കെ, എക്സാമ്പിൾ പറയാം. ഓൾ ARB എന്ന് പറയുകയാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഇത് ബേസിക്കലി ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓൾ ARB. അപ്പൊ നമുക്ക് വരെ എന്ത് ചെയ്യണം, ഇയാളുടെ വെൻ ഡയഗ്രം വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം? ഓൾ ARB എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലുള്ള അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള ഫുൾ ആളുകളും എവിടെ ഉണ്ടാകണം? ബിനകത്ത് ഉണ്ടാകണം. ഓക്കെ, ഇതാണ് ഓൾ ARB എന്ന് പറഞ്ഞാൽ നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, ഓൾ ARB വെൻ ഡയഗ്രം വരച്ചു പോകുന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സിലോസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് നേരത്തെ പറഞ്ഞു നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ടാകും. അപ്പം ഏതാ കൺക്ലൂഷൻസ് ആണ് ഫോളോ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുന്ന കൺക്ലൂഷൻസ് മാത്രമേ അവിടെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതായത് നമ്മൾ ഒന്നും ഊഹിക്കാൻ പാടില്ല. ഓക്കെ, ഒന്നും നമ്മൾ ഗസ് ചെയ്യാൻ പാടില്ല. ശരി, ഇപ്പൊ ഓൾ ARB എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഓൾ ARB എന്ന് പറയുന്ന മാത്രം സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തൊക്കെ കൺക്ലൂഷൻ എടുക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കി. എല്ലാ എയും ബി ആണ്. അങ്ങനെയെങ്കിൽ എല്ലാ എയും ബി ആണെങ്കിൽ നമുക്ക് എല്ലാ ബിയും എ എന്ന് പറയാൻ പറ്റുമോ? ഓൾ ARB എന്ന് പറഞ്ഞാൽ ഓൾ BR എന്ന് തിരിച്ചു പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാല് ഈ എയുടെ പുറത്ത് കിടക്കുന്ന ഇത്രയും ആളുകൾ എന്താണ് എ ആണെന്നോ അല്ലെങ്കിൽ അല്ലെ, അത് എല്ലാവരും എയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ അത് നമുക്ക് കൺഫേം അല്ല. അതാണ് പറഞ്ഞത്, കൺഫേം ആയിട്ടുള്ള കൺക്ലൂഷൻസ് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ കൺഫേം ഇവിടെ എന്തൊക്കെ പറയാം? ഓൾ ARB എന്ന് പറഞ്ഞാൽ കൺഫേം ആയിട്ടും സം ARB എന്ന് പറഞ്ഞൂടെ? എല്ലാ എയും ബി ആണെങ്കിൽ കുറച്ച് ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, വെറുതെ മലയാളത്തിൽ ആലോചിച്ചാൽ മതി. എല്ലാ എയും ബി ആണെങ്കിൽ കുറച്ച് ബി എന്ന് പറയാൻ പറ്റും. അതുപോലെ എല്ലാ എയും ബി ആണെങ്കിൽ വേണം തിരിച്ചും പറയാം, സം BRA എന്നും കൺഫേം ആയിട്ട് പറയാം. ആക്ച്വലി ഓൾ ARBക്ക് ഈ 2 കൺക്ലൂഷൻസ് അവിടെ ഫോളോ ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് പറയാം അതൊരു കൺവേർഷൻ. ഓക്കെ, കൺവേർഷൻ എന്ന് പറയാം കേട്ടോ. കൺവേർഷൻ എന്ന് പറയാം. നോർമലി നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകാം. ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കൺവേർഷൻ ആണ് സം ARBയും സം BRAയും. ക്ലിയർ ആയോ? ഇവിടെ സം ARBയും സം BRAയും കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇത്രയും ക്ലിയർ ആണോ? കുഞ്ഞുങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ അല്ലേ? ആരൻ പറയുന്നുണ്ട്, അദീന. ഓക്കെ, വെരി ഗുഡ്. ശരി, വെരി ഗുഡ്. നീരജ് പറഞ്ഞു. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്.
ഇനി ഈ ഓളിന് പകരം മറ്റു കുറച്ച് വാക്കുകളോട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എവരി കേട്ടോ, എക്സ്ട്രാ ആയിട്ട് പറയും എവരി ARB എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓൾ ARB തന്നെയാണ്. അതുപോലെ ഈച്ച് ARB എന്ന് പറഞ്ഞാലും ഓൾ ARB തന്നെയാണ്. പിന്നെ ആണെങ്കിൽ 100% ഓഫ് ARB എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ബേസിക്കലി എന്താണ്, ഓൾ ARB തന്നെയാണ്. പല പേരുണ്ടെങ്കിലും ബേസിക്കലി എന്താണ്, ഓൾ ARB ഒറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെയാണത്. ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ കണ്ട പോലെ തന്നെ ആരായിരിക്കും, സം. രണ്ടാമത്തെ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് സം ആണ്. അതും ബേസിക്കലി ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സം ARB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വെണ്ടകരം വരയ്ക്കാൻ പറ്റും? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സം ARB. ഓക്കെ, സം ARB പറയുവാണ്. അങ്ങനെ ഇയാളുടെ വെണ്ടകരം എങ്ങനെ വരയ്ക്കാൻ പറ്റും? എയിലുള്ള കുറച്ചാളുകളാണ് ബി എന്ന് പറയുന്നത് കേട്ടോ. എയിലുള്ള കുറച്ചാളുകളാണ് ബി എന്ന് പറയുന്നത്. ഇതാണ് അയാളുടെ വെണ്ടകരം. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻ അല്ലെങ്കിൽ കൺവേർഷൻ എന്തായിരിക്കും? സം ARB എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്ന കൺഫേം ആയിട്ടുള്ള കൺവേർഷൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്തായിരിക്കും? കുറച്ച് ബി ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ തിരിച്ചും പറയാം, കുറച്ച് ബി അല്ലെ, സം BRA എന്ന് പറയാം. സം BRA എന്ന് മാത്രമാണ് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താ, രണ്ട് കൺവേർഷൻസ് ഉണ്ടായിരുന്നു, എന്നാൽ ഇവിടെ ഒരു കൺവേർഷൻ മാത്രമേ സമ്മിനുള്ളൂ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ അല്ലേ? മലയാളത്തിൽ വെറുതെ മലയാളത്തിൽ അലച്ചാൽ മതി, കുറച്ച് ബി ആണ്, അതുകൊണ്ട് കുറച്ച് ബിയും എ എന്ന് കൺഫേം ആയിട്ട് പറയാം. ക്ലിയർ അല്ല? അപ്പൊ ഇവിടെ നമുക്ക് ഒരിക്കലും എല്ലാ എയും ബി എന്ന് പറയാൻ പറ്റത്തില്ല, അതുപോലെ എല്ലാ ബിയും എ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയും ഓക്കെ ആണോ? ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാമോ? ഓക്കെ, വരൂ. അപ്പം നിങ്ങൾ എന്തായാലും ഇത് എഴുതുന്ന നിർബന്ധം പറയുന്നില്ല, ജസ്റ്റ് നോട്ട് വെച്ചിരുന്നാൽ മതി. എന്തായാലും നിങ്ങൾക്ക് എന്റെ PDF ഷെയർ ചെയ്തോ, ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് തരും കേട്ടോ. ശരി, ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് നോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നോ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇത് ബേസിക്കലി ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ നോ ARB ആണ് നമ്മുടെ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നോ ARB എങ്ങനെ വേണ്ടവരും വരയ്ക്കാം? എയിലുള്ള ഒരാളുകളും ബിയിലില്ല. ഓക്കെ, എയും ബിയും തമ്മിൽ ഒരു ബന്ധവും വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അയാളുടെ വെണ്ടകരം വരയ്ക്കാം. ഓക്കെ, എയിലുള്ള ഒരാളുകളും ബിയിൽ ഉണ്ടാകില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ് അല്ലെങ്കിൽ കൺവേർഷൻസ് എന്തൊക്കെയായിരിക്കും? ഒരു എയും ബി അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാം, തിരിച്ചും പറഞ്ഞൂടെ, ഒരു ബിയും എ എന്ന് പറഞ്ഞൂടെ, നോ BRA എന്ന് പറയാം. ഇത് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ ആണ്, നോ BRA. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ നമുക്ക് വേറെ രണ്ട് കൺവേർഷൻ കൊണ്ട് പറയാൻ സാധിക്കും. ഒരു എയും ബി അല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് എയും ബി എന്ന് പറയാം. കുറച്ച് എയും ബി അല്ലെന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. സം AR നോട്ട് ബി എന്ന് പറയാം കേട്ടോ. സം AR നോട്ട് ബി എന്ന് പറയാൻ പറ്റും. ജസ്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ ആലോചിച്ചാൽ മതി, എല്ലാ എയും ബി ആയതുകൊണ്ട് കുറച്ച് ബി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു എയും ബി അല്ലാത്തതുകൊണ്ട് കുറച്ച് എയും ബി അല്ല. ഇതാണ് നോർമലി വരെ ഉദ്ദേശിക്കുന്നത്. ഒരു എയും ബി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് എയും ബി അല്ലെന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു എയും ബി അല്ലാത്തതുകൊണ്ട് കുറച്ച് ബിയും എ എന്ന് പറഞ്ഞ പോലെ എന്തും പറയാം, തിരിച്ചും പറയാലോ, സം BR നോട്ട് എ എന്നും കൺഫേം ആയിട്ട് പറയാൻ പറ്റും. കാര്യം ഒരു ബിയും എ അല്ലാത്തതുകൊണ്ട് കുറച്ച് ബിയും എ അല്ലെന്ന് പറയാൻ പറ്റും. ഇവര് മൂന്ന് പേരുമാണ് നമ്മുടെ നോ സ്റ്റേറ്റ്മെന്റിന് കിട്ടുന്ന മൂന്ന് കൺവേർഷൻസ്. ക്ലിയർ ആയോ? മൂന്ന് കൺവേർഷൻസ് അല്ലെങ്കിൽ മൂന്ന് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കും കൺക്ലൂഷൻസ്. ഇത്രയും ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ഇതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? കുറച്ച് ബോറൊക്കെ അടിക്കും, ശരി തന്നെ, കുറച്ച് ബോറൊക്കെ അടിക്കും. പക്ഷെ എന്നാലും അത്യാവശ്യം അറിഞ്ഞിരിക്കുക. കാര്യം ഈ ടോപ്പിക് കൺഫേം ആയിട്ട് ചോദിക്കുന്നതാണ്, കൺഫേം ആയിട്ട് കിട്ടുന്ന മാർക്കാണ് കളയരുത്. ഓക്കെ, ശരി. ഇനി നാലാമത്തെ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞ പോലെ സം നോട്ട് കേട്ടോ. സം നോട്ട് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സം നോട്ട് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതായത് എക്സാമ്പിൾ ആയിട്ട് സം AR നോട്ട് ബി. സം AR നോട്ട് ബി. ഇത് ബേസിക്കലി എന്താ, നോട്ട് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഇയാളുടെ വെണ്ടകരം എങ്ങനെ വരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എയിലുള്ള കുറച്ചാളുകളാണ്, ഈ ആളുകൾ മാത്രമാണ് കൺഫേം ആയിട്ടും ബി അല്ല എന്ന് പറയുന്നത്. ഓക്കെ, കൺഫേം ആയിട്ടും ബി അല്ല എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സം AR നോട്ട് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള കുറച്ചാളുകൾ എന്തായാലും കൺഫേം ആയിട്ടും ബി അല്ല, ബാക്കി ഭാഗം ബി ആകാം ആകാതിരിക്കാം, അത് നമുക്ക് ഉറപ്പില്ല. ക്ലിയർ അല്ലേ? ഇതാണ് സം നോട്ട്. ഓക്കെ,
ക്ലിയർ അല്ലേ? ഇനി ആക്ച്വലി ഇവിടെ നമുക്ക് കൺവേർഷൻസ് ഒന്നും വരുന്നില്ല കേട്ടോ. സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നോ കൺവേർഷൻസ്. അപ്പൊ തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് എ ബി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കുറച്ച് ബി എ ആണോ അല്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അത് അവിടെ മറ്റ് കൺവേർഷൻസ് വരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ സിലബസിനകത്ത് കൺഫേം ആയിട്ടുള്ള കൺക്ലൂഷൻസ് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ എന്ന് റെസ്പോണ്ട് ചെയ്യാമോ? സം നോട്ടിന് കൺവേർഷൻ ഇല്ല. അപ്പൊ ഇവരാണ് നമ്മുടെ 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. മെയിൻ ആയിട്ട് നമ്മുടെ 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സെറ്റല്ലേ? ശരി. പിന്നീട് കുറച്ച് പേരും പറയാൻ പറ്റുപോയി. ഇവിടെ നമ്മൾ ഓൾ സ്റ്റേറ്റ്മെന്റിന് എവരി ഈച്ച് പറഞ്ഞ പോലെ സമ്മിന് ആക്ച്വലി മറ്റു കുറച്ച് വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. മോസ്റ്റ്, ഓക്കെ, മോസ്റ്റ്ലി, അതുപോലെ ഫ്യൂ അല്ലെങ്കിൽ എ ഫ്യൂ, ഓക്കെ, പിന്നീട് മെനി, പിന്നെ പേഴ്സന്റെ പോലെ 50%, 90% വേണമെങ്കിൽ പറയാം. ഓക്കെ, മോസ്റ്റ്, മോസ്റ്റ്ലി, ഫ്യൂ, എ ഫ്യൂ, മെനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സം മൊത്തം ആകുന്നില്ല. ഓക്കെ, മൊത്തം ആകാത്തതുകൊണ്ടാണ് സം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തം മോസ്റ്റ് എ ആർ ബി, അതായത് ഓൾമോസ്റ്റ് എല്ലാം മൊത്തം ആയിട്ടില്ല, ഏറെക്കുറെ. അതുകൊണ്ട് അതുപോലെ മെനി എ ആർ ബി മൊത്തം ആയിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ സം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെ മറ്റു പേരുകൾ അവിടെ യൂസ് ചെയ്യാറുണ്ട്. ഇനി അതുപോലെ നോയ്ക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഇങ്ങനെ വേണേൽ എക്സ്ട്രാ ആയിട്ട് പറയാം. ഓൾ എ ആർ നോട്ട് ബി, ഓൾ എ ആർ നോട്ട് ബി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് എല്ലാ എയും ബി അല്ല, എല്ലാ എയും ബി എൽ എന്ന് പറഞ്ഞാൽ കൺഫേം ആയിട്ട് എന്തായിരിക്കും? അത് ഒരു എയും ബി എൽ എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ. ഒരു എയും ബി എൽ എന്നാണ് പറയാൻ പറ്റും. ഇങ്ങനെയും കൂടെ സെന്റൻസുകൾ വരും, പക്ഷെ അവെയർ ആയിരിക്കുക. ഓക്കെ, തെറ്റാണോ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇനി ഈ 4 പേരല്ലാതെ എക്സ്ട്രാ 2 ആളോട് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. 2 ആളോട് എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് അതും ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ചില ക്വസ്റ്റിനകത്ത് അവർ ഉറപ്പായിട്ടും വരാറുണ്ട്. അതായത് ഒൺലി എ ഫ്യൂ, ഓക്കെ, ഒൺലി എ ഫ്യൂ. നമ്മൾ എ ഫ്യൂ മാത്രം കണ്ടു. എ ഫ്യൂ മീൻസ് സം ആയിരുന്നു. എന്നാൽ ഒൺലി എ ഫ്യൂ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് ഒൺലി എ ഫ്യൂ എ ആർ ബി, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എ ആർ ബി, സം എ ആർ ബിയുമാണ്, അതുപോലെ സം എ ആർ നോട്ട് ബി എന്നും കൺഫേം ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഒൺലി എ ഫ്യൂ എ ആർ ബി എന്ന് പറഞ്ഞാൽ സം എ ആർ ബി എന്നും അതുപോലെ സം എ ആർ നോട്ട് ബി എന്നും രണ്ടും കൂടെ ഒരുമിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഒൺലി എ ഫ്യൂ. രണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ വരയ്ക്കാം കേട്ടോ. സം എ ആർ ബി ഇങ്ങനെ വരയ്ക്കാം. അത് മാത്രമല്ല എയിലുള്ള കുറച്ച് ആളുകൾ കൺഫേം ആയിട്ട് ബി അല്ല എന്നും കൂടെ ഒരുമിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്താ? ഒൺലി എ ഫ്യൂ കേട്ടോ. സം എ ആർ ബി, സം എ ആർ നോട്ട് ബി കേട്ടോ, രണ്ടുപേരെയും ഒരുമിച്ച് പറയുന്നു. നോർമലി നമുക്കറിയാം സം എ ആർ ബി എന്ന് പറഞ്ഞാൽ ഒരിക്കലും സം എ ആർ നോട്ട് ബി അല്ല, അല്ലെ? നോർമലി നമുക്ക് സം എ ആർ ബി എന്ന് പറഞ്ഞാൽ സം എ ആർ നോട്ട് ബി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, നമുക്ക് സം ബി ആർ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഒൺലി എ ഫ്യൂ ആകുമ്പോൾ സം എ ആർ ബിയും സം എ ആർ നോട്ട് ബി കൂടെ രണ്ടും ഒരുമിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഒൺലി എ ഫ്യൂ. അതുപോലെ മറ്റൊരാളുകൊണ്ട് വരുന്നുണ്ട് ഒൺലി സ്റ്റേറ്റ്മെന്റ്, ഒൺലി മാത്രം വരും. അതായത് എക്സാമ്പിൾ ആയിട്ട് ഒൺലി എ ആർ ബി, ഒൺലി എ ആർ ബി. ഓക്കെ, ഈ ഒൺലി എ ആർ ബി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓൾ ബി ആർ എ, ഓൾ ബി ആർ എ എന്നാണ് മീനിങ്. കണ്ടോ? ഒൺലി എ ആർ ബി എന്ന് പറഞ്ഞ മീനിങ് ഓൾ ബി ആർ എ എന്നാണ്, എല്ലാ ബിയും എ ആണ്. കണ്ടോ? അപ്പൊ ഇതും ആക്ച്വലി ഈ പറയുന്ന സം കേട്ടോ, സമ്മും സം നോട്ടും ഓളും വെച്ച് തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റും ഈ ഒള്ളിയും ഒള്ളി ഫ്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓൾ ബി ആർ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വരയ്ക്കാം? എല്ലാ ബിയും ഇങ്ങനെ കൊടുക്കാം. ഇനി ഇത് മാത്രമല്ല ഇവിടെ പറയുന്ന കാര്യം, ഒള്ളി ബി ആർ എന്ന് പറഞ്ഞാൽ, സോറി, ഒള്ളി എ ആർ ബി എന്ന് പറഞ്ഞാൽ ഓൾ ബി ആർ എ ആണ്. ഈ ബിക്ക്, ഈ അകത്ത് കിടക്കുന്ന ബിക്ക് മറ്റ് ഒരു എലമെന്റ്സ് ആയിട്ടും ഒരു ബന്ധം വരാനേ പാടില്ല. ഭാവിയിലോ എപ്പോഴെങ്കിലും ഒരു ബന്ധം ഒരിക്കലും വരാൻ പാടില്ല. അയാള് എന്താ? മോണോഗാമിയാണ്, അയാൾക്ക് എ മാത്രമായിട്ട് ബന്ധമുള്ളൂ, മറ്റ് സിയോ ഡിയുടെ ബന്ധം വരാനേ പാടില്ല. ഈ ഒരു കാര്യമാണ് എക്സ്ട്രാ ഓർക്കേണ്ട കാര്യം. ഒള്ളി ആക്ച്വലി നമ്മൾ സിലബസിനകത്ത് പോസിബിലിറ്റീസ് എന്നൊരു ഏരിയയും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ആ ഒരു പോർഷനിലേക്ക് പോകുമ്പോൾ ഈ ഒള്ളി സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ അവെയർ ആയിരിക്കണം. ഓക്കെ, പോസിബിലിറ്റീസ് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയാം. പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഓൾ എ ആർ ബി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരിക്കലും ഓൾ ബി ആർ എന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ വേണമെങ്കിൽ എല്ലാ ബിയും എ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റീസ് കൂടെ സ്റ്റേറ്റ്മെന്റ്സ് കൺക്ലൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതിനെപ്പറ്റി എന്തായാലും പിന്നീട് പറയാം കേട്ടോ. ഇതിനെപ്പറ്റി ഉറപ്പായിട്ട് പിന്നീട് പറയാം. ഒന്ന് അവെയർ ആയിരിക്കുക.
ക്ലിയർ അല്ലേ? അപ്പോൾ ഒള്ളി എ ആർ ബി എന്ന് പറഞ്ഞാൽ മീനിങ് ഓൾ ബി ആർ എ ആണ്. ആ ബിക്ക് മറ്റു ഒരു എലമെന്റ്സ് ആയിട്ട് ബന്ധം വരാനേ പാടില്ല. ഇതാണ് ഒള്ളി സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഓക്കെ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ ആണോ? ഓക്കെ, നവാസ് പറയുന്നു വെരി ഗുഡ്. അലൻ പറയുന്നത് വെരി വെരി ഗുഡ്. അപ്പൊ ഇത്രയും നമ്മുടെ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കോമ്പിനേഷൻസ് ഉണ്ട്. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞു അല്ലേ, നമുക്ക് രണ്ടിൽ കൂടുതൽ ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് രണ്ടിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റിനകത്ത് ഉണ്ടാകാം. അപ്പൊ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കൂടെ കമ്പൈൻ ചെയ്ത് വെണ്ടൈനെ വരച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെ കോമ്പിനേഷൻ കൂടെ നമ്മൾ അത്യാവശ്യം അറിയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. കൂടാതെ എക്സ്ട്രാ 2 പേരെ പറഞ്ഞു, ഉള്ളി എ ഫ്യൂം ഉള്ളി സ്റ്റേറ്റ്മെന്റും 2 പേര് എക്സ്ട്രാ കൂടെ പറയുന്നുണ്ട്. ശരി, ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിന്റെ കോമ്പിനേഷൻ ആണ് പറയാൻ ശ്രദ്ധിക്കുക. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ ഉണ്ടായിരുന്നു. അപ്പൊ 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് കൂടെ നമുക്ക് എത്ര തരത്തിൽ എത്ര രീതിയിൽ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഓൾ പ്ലസ് ഓൾ കമ്പൈൻ ചെയ്യാം അല്ലെ, ഓൾ പ്ലസ് സം വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം, ഓൾ പ്ലസ് കമ്പൈൻ ചെയ്യാം. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 12ഓളം കോമ്പിനേഷൻ ആക്ച്വലി നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് 12 കോമ്പിനേഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കൺഫേം ആയിട്ട് 6 കോമ്പിനേഷൻസ് മാത്രമേ നമുക്ക് കൺഫേം ആയിട്ട് റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, നേരത്തെ പറഞ്ഞ സിലബസിനകത്ത് കൺഫേം ആയിട്ട് ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻസ് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഓക്കെ, കൺഫേം ആയിട്ട് കിട്ടുന്ന ആളിൽ മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് 12ഓളം കോമ്പിനേഷൻ ആക്ച്വലി ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന 6 കോമ്പിനേഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. 6 പേരെ വ്യക്തമായിട്ട് പറയാൻ ശ്രദ്ധിക്കുക. അതിലാദ്യത്തെ 3 പേര് വലിയ കുഴപ്പമില്ല. പിന്നെയുള്ള 3 പേരെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം കേട്ടോ, അത് പറയാൻ ശ്രദ്ധിക്കുക. അപ്പൊ 6 ടൈപ്പ് കോമ്പിനേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ പ്ലസ് ഓൾ, 2 ഓൾ സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, ഓൾ പ്ലസ് ഓൾ ക്ലിയർ അല്ലേ? 2 ഓൾ സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഓൾ എ ആർ ബി എന്ന് പറയുന്നു. ഓൾ എ ആർ ബി. രണ്ടാമത്തത് ഓൾ ബി ആർ സി, ഓൾ ബി ആർ സി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ബി എന്ന് പറയുന്ന ഒരു ആള് രണ്ടിടത്തും കോമൺ അല്ലേ? അപ്പൊ നമുക്ക് ആക്ച്വലി 2 സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു കോമൺ ആയിട്ട് ഒരാൾ വേണം. എന്നിട്ട് നമുക്ക് കിട്ടേണ്ട ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മിച്ചമുള്ള എയും സി എന്നുള്ള ബന്ധമാണ് ബേസിൽ നമുക്ക് പറയേണ്ടത്. ഓക്കെ, ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കോമൺ ടേം വരുന്നുണ്ട്. അതിൽ നമുക്ക് ആ കോമൺ ടേംസ് പോയിട്ട് ബാക്കി മിച്ചമുള്ള എയും സി എന്നുള്ള ബന്ധമാണ് കൺഫേം ആയിട്ട് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ വെണ്ടയർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? എല്ലാ എയും ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? എല്ലാ ബിയും സി ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? എനിക്ക് എയും സിയും തമ്മിൽ പറയാൻ പറ്റുന്ന കൺക്ലൂഷൻ എന്തായിരിക്കും? പറയാമോ കുഞ്ഞുങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ? നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ആക്കിയോളൂ, പറയാൻ പറ്റുമോ? ഇതിനകത്ത് റെസ്പോൺസ് ഇല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാര്യം വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വലിയൊരു കൺഫ്യൂഷൻ എനിക്ക് വരും. അത് നമ്മൾ നേരത്തെ കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്തു, ഓൾ എ ആർ ബിയും ഓൾ ബി ആർ സി. അപ്പൊ എനിക്ക് എയും സിയും തമ്മിൽ പറയാൻ പറ്റുന്ന കൺക്ലൂഷൻ എന്തായിരിക്കും? റെസ്പോണ്ട് ചെയ്യാമോ? പറ്റുമെങ്കിൽ മൈക്ക് ഓണാക്കി പറഞ്ഞ കുഴപ്പമില്ല. അതെ വരുള്ളൂ, ഓൾ എ ആർ സി അല്ലെ? അല്ലൻ പറയുന്നുണ്ട് ഓൾ എ ആർ സി. കൺഫേം ആയിട്ട് പറയാൻ പറ്റും എന്താണ്? എ എന്ന് പറയുന്ന ആൾ മൊത്തം സി കിടക്കുന്നുണ്ട് തന്നെ കൺഫേം ആയിട്ട് എന്ന് പറയാം ഓൾ എ ആർ സി എന്ന് കൺഫേം ആയിട്ട്, ഓൾ എ ആർ സി എന്ന് കൺഫേം ആയിട്ട് പറയാം. ഇതാണ് ആക്ച്വലി നമ്മുടെ മെയിൻ കൺക്ലൂഷൻ. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ആക്ച്വലി നമുക്ക് കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതായത് 2 സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, 2 സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കൺഫേം ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 2 ടേംസ് കൺഫേം ആയിട്ടും സെയിം ആയിരിക്കണം. അതായത് ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഓൾ എ ആർ ബി. അതിൽ ഫസ്റ്റ് ടൈം നമ്മൾ ബേസിക്കലി എന്ത് പറയും? സബ്ജക്ട്. ഫസ്റ്റ് ടൈമിൽ നമ്മൾ അല്ലെങ്കിൽ ആദ്യത്തെ ആളെ സബ്ജക്ട് എന്ന് പറയും, രണ്ടാമത്തെ ആളെ പ്രെഡിക്കേറ്റ് എന്നും പറയും. ഓക്കെ, ഇത് നോർമലി അങ്ങനെ പറഞ്ഞു പ്രെഡിക്കേറ്റ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ സ്റ്റേറ്റ്മെന്റിന്റെ എന്താണ് ഫസ്റ്റ് സബ്ജക്റ്റിന് S1 എന്ന് കൊടുത്തു, ഇയാളെ P1 എന്ന് കൊടുത്തു, ഇയാളെ S2 എന്നും P2 തൽക്കാലം കൊടുക്കുന്നു. എപ്പോഴും കമ്പൈൻ ചെയ്യണമെങ്കിൽ P1 = S2 ആയാൽ മാത്രമേ നമുക്ക് പോസിബിൾ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിയപ്പോൾ P1 = S2 ആണ് കമ്പൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് മിച്ചമുള്ള എയും സിയും തമ്മിലൊരു ബന്ധം അവിടെ പറയാൻ സാധിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അത് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ മെയിൻ കൺക്ലൂഷൻ, കൺഫേം ആയിട്ട് കൺക്ലൂഷൻസ് അല്ലെ? ഇനി ആക്ച്വലി ഇവര് മാത്രമല്ല കൺക്ലൂഷൻസ് ആയിട്ട് കിട്ടുന്നത്.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞപ്പോൾ അവരെ കൺവേർഷൻസ് എക്സ്ട്രാ പറഞ്ഞില്ലേ, കൺവേർഷൻസ്. ആ കൺവേർഷൻസും ആക്ച്വലി നമ്മുടെ കൺക്ലൂഷൻ തന്നെയാണ്. മെയിൻ കൺക്ലൂഷൻ എയും സിയും ബന്ധമാണെങ്കിൽ പോലും, ഇതാണ് മെയിൻ കൺക്ലൂഷൻ ആണെങ്കിൽ പോലും, ഇവരുടെ എല്ലാം കൺവേർഷൻസ് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുന്ന കൺക്ലൂഷൻസ് ആണ്. അതായത് ഓൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് രണ്ട് കൺവേർഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? സം ARC അല്ലെ, സം ARC എന്ന് കിട്ടിയായിരുന്നു. അതുപോലെ സം CRA എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഈ കിട്ടിയ സ്റ്റേറ്റ്മെന്റ്, ഈ സ്റ്റേറ്റ്മെന്റ് കൺവേർഷൻസ് നമ്മുടെ കൺക്ലൂഷൻ തന്നെയാണ്. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൾ അല്ലെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൾ ARBയും സെക്കൻഡ് ഓൾ BRCയുമാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ പറയാം? സം ARB എന്ന് പറഞ്ഞാൽ കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുന്ന കൺക്ലൂഷൻ ആണ്. അതുപോലെ സം DRA എന്ന് പറഞ്ഞാലും കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുന്ന കൺക്ലൂഷൻ ആണ്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ ഓൾ BRCക്ക് രണ്ട് കൺവേർഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? സം BRCയും ഉണ്ട്, അതുപോലെ സം CRBയും ഉണ്ട്. അപ്പൊ ആക്ച്വലി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് എത്ര കൺക്ലൂഷൻസ് കിട്ടി? ഇവര് രണ്ടുപേര്, ഇത് രണ്ടുപേര്, ഈ രണ്ടാളുകളും, പിന്നെ മെയിൻ കൺക്ലൂഷൻ ചേർത്ത് മൊത്തം 7 കൺക്ലൂഷൻസ് ആണ്. 7 കൺക്ലൂഷൻസ് ആണ് നമുക്ക് എന്താ, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്തപ്പോൾ കിട്ടിയ കൺക്ലൂഷൻസ്. എപ്പോഴും ഓർക്കുക, സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്സിനകത്തൊരു മെയിൻ, ആ സ്റ്റേറ്റ്മെന്റ്സിന് മെയിൻ ഒരു കൺക്ലൂഷൻസ് കിട്ടും. അതുമാത്രമല്ല ഓരോ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും പറയാൻ പറ്റുന്ന കൺവേർഷൻസ് നമ്മുടെ കൺക്ലൂഷൻസ് ആണ്. കിട്ടിയ മെയിൻ കൺക്ലൂഷന്റെ കൺവേർഷൻസ് നമ്മുടെ കൺക്ലൂഷൻ തന്നെയായിരിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യാമോ? ഇത്രയും പറഞ്ഞ കാര്യം എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അധീനമൊക്കെ പറയുന്നുണ്ട്, മറ്റാൾക്കാർക്ക് പറയുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യാമോ? ആക്ച്വലി ചെറിയ ബോർഡിങ് കേസാണ്, ഇല്ലെന്ന് പറയുന്നില്ല. നല്ല രാത്രി ആയിട്ടുണ്ട്. മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ആദ്യത്തെ 3 കോമ്പിനേഷൻ വലിയ കുഴപ്പമില്ല. അതിനുശേഷം പിന്നെ വരുന്ന 3 പേരും ശ്രദ്ധയോടെ പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ, പൊതുവെ കുഴപ്പമില്ല. ആക്ച്വലി ഈ ഒരു സിലോജിസം എന്ന് പറയുന്ന ടോപ്പിക് ആക്ച്വലി ഉണ്ടാക്കിയത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. 1850 കാലഘട്ടത്തിൽ പുള്ളിക്കാരുണ്ടാക്കിയൊരു സംഭവമാണ്. ഓക്കെ, പക്ഷെ നമ്മുടെ കോമ്പറ്റീവ് എക്സാമിനൊക്കെ ഏത് കോമ്പറ്റീവ് എക്സാം എടുത്താലും ഈ ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പം കുറച്ച് ഉറപ്പായിട്ട് പഠിക്കുക. ഈ ഒരു കാര്യം കുഞ്ഞിനെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് എഫേർട്ട് പഠിക്കാൻ ശ്രമിക്കുക. സംഭവം എളുപ്പമാണ്, പഠിച്ച ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു ഓൾ പ്ലസ് ഓൾ. ക്ലിയർ അല്ലേ? ഓൾ പ്ലസ് ഓൾ കിട്ടി. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞു ഓർക്കുക, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ബേസിക്കലി കോമ്പിനേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഇവിടെ P1 = S2 ആയാൽ മാത്രമേ ബാക്കി മിച്ചമുള്ള രണ്ട് ആളുകൾ ബന്ധം പറയാൻ പറ്റുള്ളൂ. അതായത് എയും സിയും ബന്ധം പറയാൻ പറ്റുള്ളൂ. അതായിരുന്നു നമ്മുടെ ആക്ച്വലി മെയിൻ കൺക്ലൂഷൻ. ഈ മെയിൻ കൺക്ലൂഷന്റെ രണ്ട് കൺവേർഷൻസും അതുപോലെ സ്റ്റേറ്റ്മെന്റ്സിന്റെ രണ്ട് കൺവേർഷൻസും കൂടെ ചേർത്ത് മൊത്തത്തിൽ 6ഉം 1ഉം 7 കൺക്ലൂഷൻ മെയിനിൽ കിട്ടുന്നുണ്ട്. കൺവേർഷൻസും കിട്ടിയ മെയിൻ കൺക്ലൂഷൻ ഉൾപ്പെടെ 7 കൺക്ലൂഷൻ അവിടെ പറയാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ നെക്സ്റ്റ് കോമ്പിനേഷനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ കോമ്പിനേഷൻ ആണ് ഓൾ പ്ലസ് നോ. ഓക്കെ, ഓൾ പ്ലസ് നോ കമ്പൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു ഓൾ സ്റ്റേറ്റ്മെന്റും ഒരു നോ സ്റ്റേറ്റ്മെന്റും കമ്പൈൻ ചെയ്യാൻ പോവാണ്. അപ്പോ എക്സാമ്പിൾ ആയിട്ട് ഓൾ ARB. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോ BRC. ഓക്കെ, ഓൾ ARBയും നോ BRC. നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന P1 = S2 ആണല്ലേ. P1 = S2 ആയതുകൊണ്ട് നോർമലി കോമ്പിനേഷൻ പോസിബിൾ ആകണം. വെണ്ടയൻ വരച്ചാൽ എല്ലാ എയും B ആണ്. അതുപോലെ ഒരു ബിയും സി അല്ല. ഇങ്ങനെയാണ് നമ്മുടെ വെണ്ടയൻ വരയ്ക്കുന്നത്. ഓക്കെ, വെണ്ടയൻ ക്ലിയർ അല്ല. എല്ലാ എയും ബി ആണ്, ഒരു ബിയും സി അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എയും സിയും തമ്മിൽ കിട്ടുന്ന മെയിൻ റിലേഷൻ അല്ലെങ്കിൽ മെയിൻ കൺക്ലൂഷൻ എന്തായിരിക്കും കിട്ടുന്നത്? ഒരു ബിയും സി അല്ലാത്തത് കൊണ്ട് തന്നെ ബി കിടക്കുന്ന ഒരു എയും കൺഫേം ആയിട്ടും എന്താകില്ല, സി ആകില്ല. നോ ARC എന്നാണ് മെയിൻ ആയിട്ട് കിട്ടുന്ന കൺക്ലൂഷൻ. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന മെയിൻ കൺക്ലൂഷന്റെ കൺവേർഷൻസ്, എത്ര കൺവേർഷൻസ് ഉണ്ട് അവിടെ? നോയ്ക്ക് എത്ര കൺവേർഷൻസ് ഉണ്ട്? 3 കൺവേർഷൻസ് ഉണ്ട്. ആരൊക്കെയാണ്? നോ CRA എന്ന് പറയാം, അതുപോലെ സം AR നോട്ട് സി എന്ന് പറയാം, അതുപോലെ സം CR നോട്ട് എ, സം CR നോട്ട്. അപ്പൊ ഇതും ആക്ച്വലി എന്താ കൺക്ലൂഷൻ തന്നെയാണ്. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റിനകത്തുള്ള കൺവേർഷൻസ് നമ്മുടെ കൺക്ലൂഷൻ ആണ്. ഈ ഓൾ സ്റ്റേറ്റ്മെന്റിന് 2 കൺവേർഷൻസ് ഉണ്ട്. സം ARBയും അതുപോലെ സം DRAയും
അതുപോലെ രണ്ടാം സ്റ്റേറ്റ്മെന്റ് നോ ബി ആർ സിക്ക് 3 കൺവേർഷൻസ് ഉണ്ട്. ആരൊക്കെയാ? നോ ബി ആർ സി, സോറി നോ സി ആർ ബിയും അതുപോലെ സം, ഓക്കെ, സം ബി ആർ നോട്ട് സി കൂടാതെ സം സി ആർ നോട്ട് ബി, അല്ലെ? അങ്ങനെ ഈ നോയ്ക്ക് 3 പേര്, ഈ ഓൾ സ്റ്റേറ്റ്മെന്റ് 2 കൺവേർഷൻ, ഈ മെയിൻ കിട്ടിയ കൺവേർഷനും അതുപോലെ ആ മെയിൻ കൺവേർഷന് 3 കൺവേർഷൻ ചേർത്ത് 3 3 6 2 8 1 9 കൺവേർഷൻസ് ആണ് നമുക്ക് ഇവിടെ കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുന്നത്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? ഇതാണ് രണ്ടാമത്തെ കോമ്പിനേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഓൾ പ്ലസ് ഓൾ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്, ഓൾ പ്ലസ് നോ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ടോ? 2 കോമ്പിനേഷൻ ആയി. അപ്പൊ നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ 2 സ്റ്റേറ്റ്മെന്റ്സ് പക്കയായിട്ട് എഴുതുക. കൂടാതെ കൺവേർഷൻസ് ആയിട്ട്, മെയിൻ കൺവേർഷൻ ആയിട്ട് കിട്ടും എയും സി എന്നോ ബന്ധം കിട്ടും, നോ എ ആർ സി ആണ്. അവരുടെ കൺവേർഷൻസും എല്ലാം നമ്മുടെ കൺവേർഷൻസ് കാര്യങ്ങളോട് അവെയർ ആയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ് കരുതാം. ഇനി നമുക്ക് ഈ ഓൾ പ്ലസ് സം കോമ്പിനേഷൻ പോസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആക്ച്വലി പോസിബിൾ ആയിട്ട് കോമ്പിനേഷൻ അല്ല, ഞാൻ പറയാം എന്തുകൊണ്ടാന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതുന്നു, ഓൾ എ ആർ ബി, ഓക്കെ, അതുപോലെ സം ബി ആർ സി, ഓക്കെ, സം ബി ആർ സി എന്ന് പറയുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഈ പറയുന്ന ഇവ രണ്ട് സെയിം അല്ലേ, P1 = S2 ആണ്. അതുപോലെ അല്ലെ, P1 = S2 കോമ്പിനേഷൻ നോർമലി നടക്കും. പക്ഷെ നമ്മൾ വെണ്ടേരം വരച്ച് നോക്കി, അവിടെ എല്ലാ എയും ബി ആണ്. ഇനി കുറച്ച് ബി സി ആണ്, കുറച്ച് ബി സി, ഇങ്ങനെയല്ലേ എന്നെ വെണ്ടേരം വരയ്ക്കുന്നത്? എല്ലാ എയും ബി ആണ്, കുറച്ച് ബി സി ആണ്. അങ്ങനെയെങ്കിൽ ഈ എയും സിയും തമ്മിലുള്ള ബന്ധം നമുക്ക് അവിടെ കൺഫേം ആയിട്ട് പറയാൻ പറ്റുമോ? കാര്യം അത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സം എ ആർ സി ആകാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഓൾ എ ആർ സി ആകാം, അല്ലെ, വേണമെങ്കിൽ നോ എ ആർ സി ആകാം, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നാം നേരത്തെ പറഞ്ഞ മൊത്തം 12 കോമ്പിനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും കൺഫേം ആയിട്ട് റിസൾട്ട് ഉള്ള 6 കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. അത് ഓക്കെ ആണോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്ത് ഓക്കെ അല്ലേ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് 12 കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ പോലും 6 മാത്രം റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പക്ഷേ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടൊരു കൺക്ലൂഷൻ കിട്ടുന്നില്ല, മെയിൻ കൺക്ലൂഷൻ ഇല്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റേറ്റ്മെന്റ്സിന്റെ കൺവേർഷൻസ് ആരൊക്കെയാ? സം എ ആർ ബി ഉണ്ട്, അതുപോലെ പിന്നെ ആര് വരുന്നുണ്ട്? സം ബി ആർ എ വരുന്നുണ്ട്. അതുപോലെ ഈ രണ്ടാം സ്റ്റേറ്റ്മെന്റിന് ഒരു കൺവേർഷൻ ഉണ്ട്, എന്താണ്? സം സി ആർ ബി. പക്ഷെ നമുക്ക് എന്താണ് ഇവിടെ 3, ഈ 2 1 3 കൺവേർഷൻ കിട്ടുന്നുണ്ടല്ലേ? ആ വെട്ടയർ നോക്കിക്കേ, ഉറപ്പല്ലേ ഇവിടുന്ന് സം എ ആർ ബി പറയാൻ പറ്റും, അത് തിരിച്ച് സം ബി ആർ എ പറയാൻ പറ്റും, അതുപോലെ സം സി ആർ ബിയും പറയാൻ പറ്റും. പക്ഷെ നമുക്ക് എയും സിയും ബന്ധം മാത്രം കൺഫേം ആയിട്ട് പറയാൻ പറ്റാത്തുള്ളൂ. അതാ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിന്റെ കൺവേർഷൻസ് നമ്മുടെ കൺക്ലൂഷൻ ആണ്. അപ്പം ഇങ്ങനെ കോമ്പിനേഷൻ നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു നമുക്ക് P1 = S2 ആയാൽ മാത്രമല്ല കോമ്പിനേഷൻ നടക്കുമെന്ന് പറഞ്ഞില്ലേ? അതിന്റെ എക്സാമ്പിൾ പറയാം. ഓക്കെ, നമുക്ക് പോസിബിൾ കോമ്പിനേഷൻ എന്തായിരുന്നു? ഓൾ പ്ലസ് ഓൾ ഉണ്ടായിരുന്നല്ലോ, ഓൾ പ്ലസ് ഓൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓൾ പ്ലസ് ഓൾ നമുക്ക് ഇവിടെയും കൂടെ വെച്ച് നോക്കാം. അതായത് എക്സാമ്പിൾ ആയിട്ട് ഓൾ എ ആർ ബിയും, ഓക്കെ, ഇനി ഓൾ സി ആർ ബി കേട്ടോ, ഓൾ സി ആർ ബി. ഇവിടെ നോക്കുമ്പോൾ ഒരേപോലത്തെ അല്ലെ, 2 ബി കോമൺ ആയിട്ട് ഒരു ടേം ഉണ്ട്. പക്ഷെ അവിടെ P1 = P2 ആണ്, ഒരിക്കലും P1 = S2 അല്ല, അല്ലെ? അങ്ങനെയാണ് ഇവിടെ കിടക്കുന്ന സംഭവം. അപ്പൊ എന്തായാലും വരച്ച് നോക്കി, എല്ലാ എയും ബി ആണ്. ഇനി എല്ലാ സിയും ബി എന്ന് പറഞ്ഞാൽ എല്ലാ സിയും ബി, ഇങ്ങനെയാണ് വെണ്ടയനെ വരച്ചു പോകുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഓൾ എ ആർ ബി എന്ന് പറഞ്ഞാൽ എയും ബി മാത്രം വരയ്ക്കുക. അപ്പൊ എല്ലാ സിയും ബി എന്ന് പറയുക, ഓൾ സി ആർ ബി എന്ന് പറഞ്ഞാൽ സിയും ബി മാത്രം വരയ്ക്കുക. അപ്പോൾ ഈ എയും സിയും തമ്മിൽ നമ്മൾ നോർമലി ഓവർലാപ്പ് വരയ്ക്കാൻ പാടില്ല. ഓക്കെ, ചിലപ്പം വേണമെങ്കിൽ സം വരാം, ചിലപ്പം ഓൾ റിലേഷൻ വരാം, ചിലപ്പോൾ നോ റിലേഷൻ ആയിരിക്കും, നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. കണ്ടോ? അതുകൊണ്ടാണ് നമുക്ക് P1 = S2 ആയാൽ മാത്രമേ നോർമലി ഒരു കോമ്പിനേഷൻ പോസിബിൾ ആകൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എയും സി എന്ന ബന്ധം നമുക്ക് ഇവിടെ കിട്ടത്തില്ല, എയും സി എന്ന ബന്ധം നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ്സിന്റെ കൺവേർഷൻസ് ഇല്ലേ, ആരൊക്കെയാ? സം എ ആർ ബി, അതുപോലെ സം ഡി ആർ എ. അതുപോലെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന് ആരൊക്കെയാണ്? സം സി ആർ ബിയും അതുപോലെ സം
DRC. ഈ 4 പേരും അവരുടെ കൺവേഴ്സ് അല്ലെങ്കിൽ കൺക്ലൂഷൻ തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പൊ സ്റ്റേറ്റ്മെന്റ്സിന്റെ കൺവേർഷൻസ് നമ്മുടെ കൺക്ലൂഷൻ തന്നെയായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. P1 = S2 ആയാൽ മാത്രമേ നമുക്ക് പോസിബിൾ ആയിട്ട് കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബാക്കി മിച്ചമുള്ള എയും സിയും ബന്ധം പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, വെരി ഗുഡ്. അദീന പറയുന്നുണ്ട്, വെരി ഗുഡ്. മറ്റൊരു റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, വെരി ഗുഡ്. ശരി, അപ്പൊ നമ്മുടെ 2 കോമ്പിനേഷൻ കഴിഞ്ഞു. ഇനി 4 കോമ്പിനേഷൻസ് ഉണ്ട്. സംഭവം ഭയങ്കര എളുപ്പമാണ്, ശ്രദ്ധിക്കുക. അപ്പൊ മൂന്നാമത്തെ കോമ്പിനേഷൻ ആണ്, ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കോമ്പിനേഷൻ ആണ് സം പ്ലസ് ഓൾ. ഓക്കെ, നമുക്ക് ആക്ച്വലി ഓൾ പ്ലസ് സം റിസൾട്ട് കിട്ടിയില്ല. പക്ഷേ സം പ്ലസ് ഓൾ ആവുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. എക്സാമ്പിൾ ആയിട്ട് സം ARB, ഓക്കെ, അതുപോലെ ഓൾ BRC. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ P1 = S2 ആയാൽ മാത്രമാണ് കോമ്പിനേഷൻ നോർമലി പോസിബിൾ ആകുള്ളൂ. വെണ്ടയരം വരച്ച് നോക്കാം. എന്താണ്? കുറച്ച് A B ആണ്, അതുപോലെ എല്ലാ ബിയും C ആണ്. ഇങ്ങനെയല്ല വെണ്ടയരം വരയ്ക്കുന്നത്. കുറച്ച് A B ആണ്, എല്ലാ ബിയും C ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ കിട്ടുന്ന മെയിൻ കൺക്ലൂഷൻ ആരായിരിക്കും കിട്ടുന്നത്? എന്ത് കിട്ടും? കൺഫേം അല്ലേ? ദേ C കണ്ടോ, എയിൽ ഓവർലാപ്പായി, ഉറപ്പാണ്. എന്ത് കിട്ടും നമുക്ക്? സം ARC എന്ന് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കും. ക്ലിയർ ആയോ? ഇതാണ് നമുക്ക് മൂന്നാമത്തെ കോമ്പിനേഷൻ. ക്ലിയർ അല്ലേ? കാരണം എയിൽ സിയിൽ ഓവർലാപ്പായി, ഇപ്പൊ കൺഫേം ആണ്. സം ARC കിട്ടി. ഇതാണ് മെയിൻ അല്ലെ? ഇതാണ് മെയിൻ കൺക്ലൂഷൻ. ഇനി ഇത് മാത്രമാണ് കൺക്ലൂഷൻ കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടിയ കൺക്ലൂഷന്റെ കൺവേർഷൻസ് ആരാണ്? സം CRI, ഇതൊരു കൺക്ലൂഷൻ ആണ്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ 3 പേര് വരത്തില്ലേ? സമ്മിന് ഒരാളുണ്ട്. ആരൊക്കെയാണ്? സം DRA ഉണ്ട്, അതുപോലെ ഈ ഓളിന് 2 പേരുണ്ട്. സം BRC ഉണ്ട്, അതുപോലെ സം CRB ഉണ്ട്. അപ്പൊ മൊത്തം കിട്ടി 3, 4, 2, 5 കൺക്ലൂഷൻസ് കിട്ടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ മൂന്നാമത്തെ കോമ്പിനേഷൻ, സം പ്ലസ് ഓൾ. ഓക്കെ ആണോ? എളുപ്പമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, ഇനി പറയാൻ പോകുന്ന 3 കോമ്പിനേഷൻ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന 3 പേരാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ശരി. നമ്മുടെ 4ാമത്തെ കോമ്പിനേഷൻ കേട്ടോ, ശ്രദ്ധിക്കുക. സം പ്ലസ് നോ. ഒരു സം സ്റ്റേറ്റ്മെന്റും ഒരു നോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സം ARB. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോ BRC. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ P1 S2 സെയിം ആണ്. അതൊരു കോമ്പിനേഷൻ നോർമലി നടക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വെണ്ടയരം വരയ്ക്കാം. ഇങ്ങനെ വരും. കുറച്ച് A B ആണ് അല്ലേ? അതുപോലെ ഒരു ബിയും C അല്ല. ക്ലിയർ ആയോ? കുറച്ച് A B ആണ്, ഒരു ബിയും C അല്ല. അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് വേണം? എയും സിയും തമ്മിലുള്ള കൺക്ലൂഷൻ അല്ലെങ്കിൽ ബന്ധമാണ് കൺഫേം ആയിട്ട് കിട്ടേണ്ടത്. അതൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ നിങ്ങളൊന്ന്? എന്താണ് എയും സിയും ബന്ധം കിട്ടുന്ന പറയാമോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, നോ ARC എന്ന് പറയുന്നുണ്ട്. ശരി, വേറെ എന്തെങ്കിലും റെസ്പോൺസ് പറയാമോ ആരെങ്കിലും ഒക്കെ? വേറെ റെസ്പോണ്ട് ചെയ്യാമോ? നോ ARC അതല്ലാതെ വേറെ എന്തെങ്കിലും കൺക്ലൂഷൻ പറയാൻ പറ്റുന്നുണ്ടോ? സം AR നോട്ട് C. വെരി ഓക്കെ, സം നവാസ് പറയുന്നു സം AR നോട്ട് C കേട്ടോ. ഒരു സെക്കൻഡ്. ഓക്കെ കേട്ടോ, ഒരിക്കലും ഇവിടെ നോ ARC അല്ല. ഇവിടെ കിട്ടുന്നത് സം AR നോട്ട് C. സം AR നോട്ട് C ആണ്. നിങ്ങൾക്ക് സ്ക്രീൻ ഓക്കെ അല്ലേ? ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആയിരുന്നു. സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, ശരി. ഇപ്പൊ നോക്കിക്കോളൂ, 4ാമത്തെ കോമ്പിനേഷൻ സം പ്ലസ് നോ. ഓക്കെ, സം പ്ലസ് നോ ആണ് ഇവിടെ കിട്ടുന്നത്. ആക്ച്വലി നോ ARC നോക്കുമ്പോൾ എയും സിയും 2 സൈഡിൽ കിടക്കുവാണ് അല്ലേ? അപ്പൊ നോക്കുമ്പോൾ എയും സി 2 സൈഡിൽ കിടക്കുന്ന ബന്ധം കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തെന്ന് വിചാരിക്കും. പക്ഷേ
ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, ഇവിടെ ഒരു ബിയും സി അല്ലാത്തത് കൊണ്ട് തന്നെ എയിൽ കിടക്കുന്ന ഇത്രയും ബി അല്ലെ, എയിൽ കിടക്കുന്ന ഇത്രയും ബി എന്തായാലും സി ആകത്തില്ലല്ലോ അല്ലെ, എയിൽ കിടക്കുന്ന അത്രയും ബി കൺഫേം ആയിട്ട് സി അല്ല. അതുകൊണ്ട് എയിലുള്ള കുറച്ച് പാർട്ട് അല്ലെ, എയിലുള്ള കുറച്ച് പാർട്ട് സം എ അല്ലെ, സം എ ആർ നോട്ട് സി എന്ന് കൺഫേം ആയിട്ട് പറയാം കേട്ടോ. നമുക്ക് ഒരു നോ എ ആർ സി എന്നല്ല പറയാൻ സാധിക്കുന്നത്, സം എ ആർ നോട്ട് സി എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന കൺക്ലൂഷൻ. ക്ലിയർ ആയ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് കേട്ടോ, ക്ലിയർ ആണെന്ന് കരുതുന്നു. എനിക്ക് ഇപ്പൊ നിങ്ങളുടെ വിൻഡോ കാണാൻ പറ്റുന്നില്ല, എനിക്ക് ഈ പറയുന്ന സ്ക്രീൻ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു പോട്ടെ, എനിക്കിത് കറക്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ശരി, അപ്പൊ ഇത്രയേ ഉള്ളൂ. സം പ്ലസ് നോ ആകുമ്പോൾ എന്താണ്, നോ എ ആർ നോട്ട് സം എ ആർ നോട്ട് സി എന്നാണ് കൺഫേം ആയിട്ട് കിട്ടുന്നത്, ഒരിക്കലും നോ എ ആർ സി അല്ല. ഓക്കെ, കാര്യം ഒരു ബിയും സി അല്ലാത്തത് കാരണം എയിൽ കിടക്കുന്ന ഇത്രയും ബി കൺഫേം ആയിട്ട് സി അല്ല. അതുകൊണ്ട് തന്നെ എന്താ, കുറച്ച് എ കൺഫേം ആയിട്ട് സി ആകുന്നില്ല. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ മെയിൻ കൺക്ലൂഷൻ അല്ലെ, മെയിൻ കൺക്ലൂഷൻ ഇതായിരുന്നു. ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിന്റെ കൺവേർഷൻ സം എ ആർ ബിക്ക് സം ബി ആർ എ എന്ന് പറയാം, അത് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻ ആണ്. അതുപോലെ ഈ നോയ്ക്ക് 3 കൺവേർഷൻസ് ഉണ്ട്. ആരൊക്കെയാണ്? നോ സി ആർ ബി കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻ ആണ്. അതുപോലെ സം ബി ആർ നോട്ട് സി പറയാം. അതുപോലെ സം സി ആർ നോട്ട് ബി, ഇതൊക്കെയാണ് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടുന്ന കൺവേർഷൻസ്. ഓക്കെ, ഈ സമ്മിന് ഒരു കൺവേർഷൻ ഉണ്ടായിരുന്നു, ഈ നോയ്ക്ക് 3 കൺവേർഷൻസ് ഉണ്ടായിരുന്നു. ഈ സം നോട്ട് നമുക്ക് തിരിച്ച് പറയാൻ പറ്റുന്ന കൺവേർഷൻ അല്ല, തിരിച്ച് പറയാൻ പറ്റുന്ന കൺവേർഷൻ അല്ല, അവിടെ കൺവേർഷൻസ് വരുന്നില്ല. അങ്ങനെയെങ്കിൽ മൊത്തം 3, 1, 4, 1, 5 കൺക്ലൂഷൻസ് ആണ് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം സം പ്ലസ് നോ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ശരി, ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അഞ്ചാമത്തെ കോമ്പിനേഷനിലേക്ക് പോകാം. അഞ്ചാമത്തെ കോമ്പിനേഷൻ ആണ് നോ പ്ലസ് ഓൾ. ഒരു നോ സ്റ്റേറ്റ്മെന്റും ഒരു ഓൾ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഓൾറെഡി ഓൾ പ്ലസ് നോ കണ്ടിരുന്നു അല്ലെ, ഓൾ പ്ലസ് നോ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അവിടെ നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ നോ എ ആർ സി എന്നായിരുന്നു. എന്നാൽ തിരിച്ച് നോ പ്ലസ് ഓൾ ആകുമ്പോൾ നമുക്ക് മറ്റൊരു കൺക്ലൂഷൻ ആണ് കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നോ എ ആർ ബിയും അതുപോലെ ഓൾ ബി ആർ സിയും. ഓക്കെ, 2 സ്റ്റേറ്റ്മെന്റ്സ് എഴുതി. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ P1 = S2 ആയതുകൊണ്ട് നോർമലായി നമുക്ക് കോമ്പിനേഷൻ പോസിബിൾ ആകണം. ഓക്കെ, എന്തായാലും വരയ്ക്കാം. ഒരു എയും ബി അല്ല. ഓക്കെ, ഒരു എയും ബി അല്ല. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് എല്ലാ ബിയും സി അല്ല, സോറി, എല്ലാ ബിയും സി ആണെന്നാണ്, എല്ലാ ബിയും സി ആണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ കിട്ടുന്ന കൺക്ലൂഷൻ എന്തായിരിക്കും? ഇവിടെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഇവിടെ നോക്കുമ്പോഴെന്താണ്, എയും സിയും രണ്ട് സൈഡിലാണ്, ഇവർ ഓവർലാപ്പ് ചെയ്യുന്നില്ല എന്ന് വെച്ച് ഇവിടെ ചാടി കയറി നോ എ ആർ സി എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ കിട്ടുന്ന കൺക്ലൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിയും, ഈ പറയുന്ന ഒരു ബിയും എ അല്ലാത്തത് കൊണ്ട് സീല് കിടക്കുന്ന ഇത്രയും ബി, അത്രയും പാർട്ടും കൺഫേം ആയിട്ട് എ ആകത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, സം സി ആർ നോട്ട് എ എന്നായിരുന്നു കൺഫേം ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സം സി ആർ നോട്ട് എ. ഓക്കെ അല്ലേ? നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എയും ബി അല്ല, എല്ലാ ബിയും സി ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബിയും എ അല്ലാത്തത് കാരണം സിയില് കിടക്കുന്ന അത്രയും പാർട്ട് കൺഫേം ആയിട്ട് എ ആകത്തില്ല. ദാറ്റ് മീൻസ് സം സി ആർ നോട്ട് എ ആണ്. ഇവിടുത്തെ പ്രത്യേകത കണ്ടോ, ഇതുവരെ ചെയ്ത കോമ്പിനേഷനകത്തല്ല നമുക്ക് ആദ്യത്തെ ടേം ആരായിരുന്നു? എ ആയിരുന്നു, പിന്നെയാണ് സി കിട്ടിയത്. ഇവിടെയും എന്താണ്, ഫസ്റ്റ് എ സെക്കൻഡ് സി ആണ് അല്ലെ. ഇവിടെയും എന്താ കിട്ടിയത്? ഫസ്റ്റ് എ സെക്കൻഡ് സി. ഇതിലും കിട്ടിയതായിരുന്നു ഫസ്റ്റ് എ സെക്കൻഡ് സി. എന്നാൽ ഇവിടെ ഫസ്റ്റ് നോ വന്നപ്പോൾ എന്ത് വരും വെച്ചാൽ ഇവിടെ അവർ സംഭവം നേരെ റിവേഴ്സ് ആയി തിരിഞ്ഞാണ് റിസൾട്ട് കിട്ടിയത്. അതും കൂടെ പ്രത്യേകം അവെയർ ആയിരിക്കുക. സം സി ആർ നോട്ട് എ എന്നാണ് കിട്ടുന്നത്. അപ്പൊ അതൊന്ന് അവെയർ ആയിരിക്കുക. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നോ സ്റ്റേറ്റ്മെന്റിന് 3 കൺവേർഷൻസ് ഉണ്ട്, അതൊക്കെ ഉറപ്പായിട്ടും ഫോളോ ചെയ്യും. ആരൊക്കെയാ? നോ ബി ആർ എ, സം ബി ആർ
നോട്ട് എ, അതുപോലെ സം എ ആർ നോട്ട് ബി. ഇത് മൂന്നും ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻസ് ആണ്. അതുപോലെ ഓളിന് രണ്ടാം സ്റ്റേറ്റ്മെന്റ് ഓളിന് രണ്ട് കൺവേർഷൻസ് ഉണ്ട്. ആരൊക്കെയാണ് സം ബി ആർ സിയും അതുപോലെ സം സി ആർ ബിയും. അങ്ങനെ മൊത്തത്തിൽ ഈ 3, 2, 5 ഈ സം നോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കൺക്ലൂഷൻ അല്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അല്ല. അത് കാരണം മൊത്തം 3, 2, 5, 1 6 കൺക്ലൂഷൻസ് നമുക്ക് നോ പ്ലസ് ഓൾ ചെയ്യുമ്പം കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ് മക്കളെ? ഇനി ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, വരൂ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അഞ്ച് കഴിഞ്ഞു. ഇനി ആറാമത്തെ ലാസ്റ്റ് കോമ്പിനേഷനിലേക്ക് പോകാം. ഓക്കെ, അത് ആക്ച്വലി ആറാമത്തെ കോമ്പിനേഷൻ നോ പ്ലസ് സം ആണ്. ഒരു നോ സ്റ്റേറ്റ്മെന്റും ഒരു സം സ്റ്റേറ്റ്മെന്റും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നോ എ ആർ ബി, അതുപോലെ സം ബി ആർ സി. അപ്പൊ ഇവിടെ എന്താണ് P1 = S2 ആയതുകൊണ്ട് നമുക്ക് നോർമലി കോമ്പിനേഷൻ പോസിബിൾ ആകണം. അപ്പൊ നമുക്ക് വെണ്ടയർ വരയ്ക്കാം. എന്താ ഒരു എയും ബി അല്ല, ഇനി ഒരു ബിയും കുറച്ച് ബി സി ആണ്. ഇങ്ങനെയാണ് വെണ്ടയരം വരുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എയും സി എന്നുള്ള ബന്ധം നോക്കുമ്പോൾ രണ്ടും രണ്ട് സൈഡിലാണ്, നോ റിലേഷൻ തോന്നും. ഓക്കെ, പക്ഷെ നമുക്ക് ഉറപ്പില്ല. ഓക്കെ, അത് ഉറപ്പല്ല. അത് ഡയറക്റ്റ് ഫോളോ ചെയ്യുന്ന കേസ് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ ഒരു എയും ബി അല്ല, അതുപോലെ കുറച്ച് ബി സി ആയത് കാരണം ബിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ സിയിൽ കിടക്കുന്ന ഇത്രയും ബി അല്ലെ, സിയിൽ കിടക്കുന്ന ഇത്രയും ബി കൺഫേം ആയിട്ട് ആയിട്ടില്ല, എ അല്ല. അതുകൊണ്ട് കൺഫേം ആയിട്ട് എന്ത് പറയാം, ഇവിടെയും സം സി ആർ നോട്ട് എ എന്ന് കൺഫേം ആയിട്ട് പറയാം. ഇതാണ് ഇവിടെ കിട്ടുന്ന മെയിൻ കൺക്ലൂഷൻ. ഓക്കെ, ഇവിടെയും കിട്ടുന്ന സം സി ആർ നോട്ട് എ, ഇതാണ് മെയിൻ കൺക്ലൂഷൻ കേട്ടോ. സം നോട്ട് ആണ് കിട്ടുന്നത്, മാറിപ്പോകരുത്. ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കൺക്ലൂഷൻ അല്ല. ഓക്കെ, ഇനി വേറെ ആരൊക്കെയുണ്ട്? നേരത്തെ പറഞ്ഞ പോലെ നോ സ്റ്റേറ്റ്മെന്റ് 3 കൺവേർഷൻസ് ഉണ്ട്. നോ ബി ആർ എ, അതുപോലെ സം എ ആർ നോട്ട് ബി, അതുപോലെ സം ബി ആർ നോട്ട് എ. നോയ്ക്ക് 3 കൺവേർഷൻസ് ഉണ്ട്. ഈ സമ്മിന് ഒരു കൺവേർഷൻ വരുന്നുണ്ട്, എന്താ സം സി ആർ ബി. അങ്ങനെ ഈ 3ഉം ഈ 1ഉം ഈ മെയിനും കൂടെ ചേർത്ത് 5 കൺക്ലൂഷൻസ് ഇവിടെ കിട്ടും. അവസാനം പറഞ്ഞ 3 പേരെയാണ് നമ്മൾ വ്യക്തമായിട്ട് സം നോട്ടായിട്ട് കിട്ടുന്ന കൺവേർഷൻസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിന്റെ കോമ്പിനേഷൻ. ബാക്കിയൊന്നും നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഐഡിയ കിട്ടിയോ? അപ്പൊ ഈ വെണ്ടയർ നോക്കി വേണം, ഈ വരയ്ക്കുന്ന വെണ്ടയർ നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺക്ലൂഷൻസ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. തെറ്റല്ലേ? ഇതാണ് മെയിൻ ആയിട്ടുള്ള തിയറി പാർട്ട്. റെസ്പോണ്ട് ചെയ്യാമോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ബോറടിച്ചോ? ഉറക്കം വരുന്നുണ്ടോ? എന്താ അവസ്ഥ? റെസ്പോണ്ട് ചെയ്തേ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റാക്കി എടുക്കാം, വിഷമിക്കേണ്ട. ക്വസ്റ്റ്യൻസ് സെറ്റാക്കി എടുക്കാം, വിഷമിക്കേണ്ട. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതും. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള കോമ്പിനേഷൻ. ഓക്കെ, ശരി. ഇനി നമ്മൾ ഈ സം പ്ലസ് സം നമ്മൾ ചെയ്തില്ലല്ലോ. ജസ്റ്റ് എക്സാമ്പിൾ പോലെ അയാളുടെ കേസ് ജസ്റ്റ് എന്ന് പറയാം. അതായത് സം എ ആർ ബി അല്ലേ, നെക്സ്റ്റ് സം ബി ആർ സി. നോർമലി ഇവ രണ്ടും സെയിം ആയതുകൊണ്ട് കോമ്പിനേഷൻ നടക്കണം എന്നാണ് പറയുന്നത് അല്ലെ. ഇയാളുടെ വെണ്ടയിൽ വരച്ച് എങ്ങനെ വരും, സം എ ആർ ബി ഇങ്ങനെ, സം ബി ആർ സി ഇങ്ങനെ. അപ്പൊ നോക്കുമ്പോൾ എയും സിയും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ രണ്ടും രണ്ട് സൈഡിലാണ് കിടക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കൺഫേം റിലേഷൻ പറയാൻ പറ്റത്തില്ല. കാര്യം ചിലപ്പോ ഈ സം എ ആർ സി, ചിലപ്പോൾ സം എ ആർ സി വരാം, ചിലപ്പോൾ നോ എ ആർ സി വരാം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കോമ്പിനേഷൻ നടക്കുന്നില്ലെങ്കിൽ അവിടെ കൺഫേം ആയിട്ട് റിസൾട്ട് പറയാൻ പറ്റത്തില്ല. എപ്പോഴും കൺഫേം ആയിട്ടുള്ള കൺക്ലൂഷൻസ് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? അത് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് സം പ്ലസ് സം എന്ന് പറയുന്ന കോമ്പിനേഷൻ പോസിബിൾ അല്ല, നോ പ്ലസ് നോ പോസിബിൾ അല്ല. ഓക്കെ, ക്ലിയർ ആയോ? മെയിൻ ആയിട്ട് എത്ര കോമ്പിനേഷൻ ഉണ്ട്? 6 കോമ്പിനേഷൻ ഉള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ തിയറി പാർട്ട്. ഇതാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ടോപ്പിക്കിനകത്ത് അത്യാവശ്യം പഠിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറി പാർട്ടൂടെ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇത്രയും കാര്യങ്ങൾ കാര്യമായിട്ട് പഠിച്ചില്ലേ പോലും ഇനി ഒരു തിയറി പാർട്ട് പറയുന്നുണ്ട്. ചെറിയ സംഭവമാണ്. അത് മാത്രം മറക്കാതെ കൺഫേം ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അതെല്ലാം അതിലേക്ക് വരാം. അപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്ക് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ,
ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ശരി, ഇതാണ് കുഞ്ഞുങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം കണ്ടോ? സം ബോയ്സ് ആർ അഡൽസ്, അതുപോലെ ഓൾ അഡൽസ് ആർ നോട്ട് മെച്ചുവർ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, രണ്ട് കൺക്ലൂഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇയാളുടെ വെണ്ടനെ വരയ്ക്കാം. കുറച്ച് ബോയ്സ് അഡൽസ് ആണ്. എങ്ങനെ വരും? സം ബോയ്സ് ആർ അഡൽസ്. തൽക്കാലം ബോയ്സിന് ബി എന്ന് കൊടുക്കുന്നു, അഡൽസിന് എ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഓൾ അഡൽസ് ആർ നോട്ട് മെച്ചുവർ എന്നതിന്റെ അർത്ഥം എന്താണ്? നോ അഡൽസ് ആർ അല്ലെ, എല്ലാ അഡൽസും മെച്ചുവർ അല്ലെങ്കിൽ ഒരു അഡൽറ്റും എന്താണ്? മെച്ചുവർ അല്ല അല്ലെ. അപ്പൊ നോ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു സെന്റൻസിന് മീനിങ്. അത് ഓൾറെഡി ആദ്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? ബന്ധം എങ്ങനെ വരും? അല്ല എങ്ങനെ വേണ്ടതിന് വരയ്ക്കാം? ഒരു അഡൽറ്റും എന്താണ്? മെച്ചുവർ അല്ല. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കിയേ, ഓൾ ബോയ്സ് ആർ അഡൽസ്. ശരിയാണോ? എല്ലാ ബോയ്സും അഡൽസ് ആകുമോ? ഇവിടെ കുറച്ച് ബോയ്സ് മാത്രമല്ലേ അഡൽസ് ആകുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ ബോയ്സും അഡൽസ് ആണ് കൺഫേം ആയിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും കൺഫേം അല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് വൺ ഫോളോ ചെയ്യില്ല. സെക്കൻഡ് വൺ, സം ബോയ്സ് ആർ നോട്ട് മെച്ചുവർ. കുറച്ച് ബോയ്സ് മെച്ചുവർ ആണോ? അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന കൺക്ലൂഷൻ ആണോ? നോക്കിക്കേ, ഇവിടെ കണ്ടോ, ഒരു അഡൽറ്റ് മെച്ചുവർ അല്ല. അതുകൊണ്ട് തന്നെ ബോയ്സിൽ കിടക്കുന്ന ഇത്രയും അഡൽറ്റ് കൺഫേം ആയിട്ട് മെച്ചുവർ ആകത്തില്ല. ദാറ്റ് മീൻസ് കുറച്ച് ബോയ്സ് അല്ലെ, സം ബോയ്സ് കൺഫേം ആയിട്ടും ആരാകത്തില്ല? മെച്ചുവർ ആകില്ല. അപ്പൊ രണ്ടാമത്തെ കൺക്ലൂഷൻ ഉറപ്പായിട്ടും ഫോളോ ചെയ്യും. ഉത്തരം ആരാകുന്നു? ഓപ്ഷൻ ബി, ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു പരിപാടി നമ്മൾ മനസ്സിലാക്കുവാണ് വെറും 15 സെക്കൻഡ്സ് മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റും. ഈ പറഞ്ഞാൽ ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? അദീന, നീരജ. ഓക്കെ, ഭയങ്കര എളുപ്പമാട്ടോ. ആ ഒരു ജസ്റ്റ് കുറച്ച് പാട്ട് ബോറം പരിപാടി എനിക്കറിയാം, ബോറം പരിപാടി തന്നെയായിരുന്നു. പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. കാര്യം നമുക്ക് കുറച്ച് പോസിബിലിറ്റീസ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഒന്ന് അവെയർ ആവാം. അതിനുവേണ്ടി പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ നോ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, തിരിഞ്ഞിട്ട് റിവേഴ്സ് ആയിട്ട് കൺക്ലൂഷൻ പറയുന്നുണ്ടായിരുന്നു. അതുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് തീരിപ്പാട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ശരി, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ ഇവിടെ 1, 2, 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, 3 കൺക്ലൂഷൻസ് ഉണ്ട്. ഇതിൽ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് പറയാൻ പറ്റുമോ? ഒന്ന് ട്രൈ നോക്കിയിട്ട് പറഞ്ഞേ. വെണ്ടകരം വരച്ച് ട്രൈ നോക്കിയിട്ട് പറഞ്ഞേ. സം ഹിൽസ് ആർ റിവേഴ്സ്, സം റിവേഴ്സ് ആർ ഡെസേർട്സ്, ഓൾ ഡെസേർട്സ് ആർ സീ. അപ്പൊ ചെയ്ത് നോക്കണേ, വെണ്ടകരം വരച്ച് ചെയ്ത് നോക്കണേ. സം ഹിൽസ് ആർ റിവേഴ്സ്, സം റിവേഴ്സ് ആർ ഡെസേർട്സ്, ഓൾ ഡെസേർട്സ് ആർ സീ. അങ്ങനെയെങ്കിൽ ഏതൊക്കെ കൺക്ലൂഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്? ആരും ഒന്നും പറയുന്നില്ലല്ലോ. കാണിക്കുന്നു വേണ്ട, ധൈര്യം റെസ്പോണ്ട് ചെയ്തോളൂ. ശരി, ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ ശ്രദ്ധിക്കുക. വെണ്ടകരം കറക്റ്റ് വരച്ചു പോവുക. എന്താ പറയുന്നത്? സം ഹിൽസ് ആർ റിവേഴ്സ് അല്ലെ, കുറച്ച് ഹില്ലുകൾ റിവേഴ്സ് ആണ്. അപ്പൊ എങ്ങനെ വരയ്ക്കണം? ഹിൽ തൽക്കാലം എച്ച് കൊടുക്കുന്നു, കുറച്ച് ഹിൽ എന്താണ്? റിവർ ആണ്. ഓക്കെ, നെക്സ്റ്റ് സം റിവേഴ്സ് ആർ ഡെസേർട്സ്. കുറച്ച് റിവേഴ്സ് എന്ന ഡെസേർട്സ് ആണ്. അപ്പൊ കുറച്ച് റിവേഴ്സ് ഡെസേർട്സ് എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ, കുറച്ച് റിവേഴ്സ് ഡെസേർട്സ് ആണ്. നെക്സ്റ്റ് മൂന്നാമത് പറയുന്നതാണ് ഓൾ ഡെസേർട്സ് ആർ സീ. എല്ലാ ഡെസേർട്സും സീ ആണ്. അപ്പൊ എങ്ങനെ വരയ്ക്കാം? ഡെസേർട്സ് മൊത്തം സീക്കകത്ത് ഉൾപ്പെടണം. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ്സിന്റെ വെണ്ടകരം. ഓക്കെ, അപ്പൊ ഞാൻ മാക്സിമം എടുത്ത് ഒഴിവാക്കി തന്നെ ശീലിക്കുക. ഹില്ലിന് എച്ച് എന്ന് കൊടുത്തു, റിവറിന് ആർ എന്ന് കൊടുത്തു, ഡെസേർട്ടിന് ഡി എന്ന് കൊടുത്തു, സിക്ക് എസ് എന്ന് കൊടുത്തു. ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. സം സി ആർ റിവേഴ്സ്. കുറച്ച് സി റിവേഴ്സ് ആണോ? നോക്കിയേ, ഈ സി എന്ന് പറയുന്ന ഈ പുറത്തുള്ള വലിയ ആൾ റിവറിൽ ഓവർലാപ്പ് ആയില്ലേ? അപ്പം സം റിലേഷൻ എന്തായാലും വരത്തില്ലേ? അങ്ങനെ ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും. സെക്കൻഡ്, സം സി ആർ ഹിൽസ്. കുറച്ച് സി ഹിൽസ് ആണോ? നോക്കിക്കേ, സി ഇവിടെ കിടക്കുന്നു, ഹിൽ ഇവിടെ കിടക്കുന്നു അല്ലെ. രണ്ടും രണ്ട് സൈഡിലല്ലേ കിടക്കുന്നത്? രണ്ടും രണ്ട് സൈഡിൽ കിടക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ ബന്ധം കറക്റ്റ് പറയാൻ പറ്റുമോ? അത് രണ്ടും നോർമലി ഓവർലാപ്പ് ചെയ്യുന്നില്ല. പിന്നെ നോ ആണെന്ന് കൺഫേം ആയിട്ടും പറയുന്നില്ല. അപ്പൊ ഓർക്ക് കൺഫേം അല്ലാത്ത ഒരു കൺക്ലൂഷൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ പാടില്ല. പറഞ്ഞ ക്ലിയർ ആയോ? കൺഫേം അല്ലാത്ത ഒരു കൺക്ലൂഷൻസും ഫോളോ ചെയ്യാൻ പാടില്ല, ഒന്നും ഊഹിക്കാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹില്ലും സി ചിലപ്പോൾ സം റിലേഷൻ ആകാം, ചിലപ്പോൾ നോ റിലേഷൻ ആകാം, ചിലപ്പോൾ ഓൾ റിലേഷൻ ആകാം, വേണമെങ്കിൽ വരാം. ഉറപ്പില്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ ഫോളോ ചെയ്യില്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, സം ഡെസേർട്സ് ആർ ഹില്ല്. സം ഡെസേർട്സ് ആർ ഹില്ല്. ഓക്കെ, ഡെസേർട്ടും ഇതുപോലെ ഈ സൈഡിൽ കിടക്കുന്നു, ഹില്ലും ഈ സൈഡിൽ കിടക്കുന്നു. രണ്ടും രണ്ട് സൈഡിലാണ്. അവരൊന്ന് ബന്ധം ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് മൂന്നാമത്തെ ഫോളോ ചെയ്യില്ല. ഓപ്ഷൻ ബി, ഓൺലി വൺ ഫോളോസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം.
ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ സംഭവം? ഇത്രയും ആണ് നടന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. നോ ബാറ്റ് ഈസ് ബാഡ്മിന്റൺ, നോ ബാഡ്മിന്റൺ ഈസ് ഫുട്ബോൾ, ഓൾ ബാസ്കറ്റ്ബോൾ ആർ ബാറ്റ്സ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്സ്. കൺക്ലൂഷൻ: സം ബാറ്റ്സ് ആർ ബാസ്കറ്റ്ബോൾ, നോ ഫുട്ബോൾ ഈസ് ബാസ്കറ്റ്ബോൾ, നോ ബാഡ്മിന്റൺ ഈസ് ബാസ്കറ്റ്ബോൾ, ഓൾ ബാറ്റ്സ് ആർ ബാസ്കറ്റ്ബോൾ. ഓക്കെ, ഇപ്പൊ 4 കൺക്ലൂഷൻസ് ഉണ്ട്. ഇതിൽ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇല്ലാന്ന് കണ്ടുപിടിക്കണം. പറയാമോ? നിങ്ങൾ ചെയ്തോട്ടെ, ചെയ്ത് നോക്കുക, വെറുതെ ഇരിക്കരുത്, ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ചോദിക്കുക. എല്ലാം ക്ലിയർ ആക്കി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും 2000 വരയ്ക്കാൻ നോക്കിക്കോളൂ. ഓക്കെ, എങ്ങനെ വരയ്ക്കാം? നോ ബാറ്റ് ഈസ് ബാഡ്മിന്റൺ. ഒരു ബാറ്റും ബാഡ്മിന്റൺ അല്ല, ഒരു ബാറ്റും ബാഡ്മിന്റൺ അല്ല. ഓക്കെ, തൽക്കാലം ബാഡ്മിന്റൺ ഞാൻ BM എന്ന് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഒരു ബാഡ്മിന്റണും ഫുട്ബോൾ അല്ല, ഒരു ബാഡ്മിന്റണും ഫുട്ബോൾ അല്ല. ഓക്കെ, ഇങ്ങനെ വരയ്ക്കണം. നെക്സ്റ്റ്, എല്ലാ ബാസ്കറ്റ് ബോളും ബാറ്റ്സ് ആണ്. എല്ലാ ബാസ്കറ്റ് ബോൾ ബാറ്റ്സ് പറഞ്ഞാൽ ഈ ബാറ്റിനകത്താണ് ബാസ്കറ്റ് ബോൾ, BB എന്ന് കൊടുക്കുന്നു. ആ ബാസ്കറ്റ് ബോൾ എല്ലാം ബാറ്റ്സ് ആണ്. ഇങ്ങനെ വേണം 2000 വരയ്ക്കാൻ. ക്ലിയർ ആയോ? ഒരു ബാറ്റും ബാഡ്മിന്റൺ അല്ല, ഒരു ബാഡ്മിന്റൺ ഫുട്ബോൾ അല്ല, എല്ലാ ബാസ്കറ്റ് ബോളും എന്താണ്? ബാറ്റ്സ് ആണ്. അങ്ങനെ ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കിയോ. സം ബാറ്റ്സ് ആർ ബാസ്കറ്റ് ബോൾ. കുറച്ച് ബാറ്റ് ബാസ്കറ്റ് ബോൾ ആണോ? നോക്കിയേ, ബാറ്റും ബാസ്കറ്റ് ബോളും തമ്മിൽ അകത്ത് കിടക്കുമല്ലോ, അവർ തമ്മിൽ ഓൾ റിലേഷൻ ആണെങ്കിൽ, ഓർക്കുക, എല്ലാം ഓൾ റിലേഷൻ ആണെങ്കിൽ തമ്മിൽ സം റിലേഷൻ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും. ഇല്ലേ, നമ്മൾ ഓൾ ARB എന്ന് പറഞ്ഞാൽ സം ARBയും സം BRAയും പറയാൻ പറ്റും. അതിനർത്ഥം എന്താണ്? എല്ലാം ഓൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ തമ്മിൽ സം റിലേഷൻ പറയാൻ സാധിക്കും. നെക്സ്റ്റ്, നോ ഫുട്ബോൾ ഈസ് ബാസ്കറ്റ്ബോൾ. ഒരു ഫുട്ബോളും ബാസ്കറ്റ് ബോൾ അല്ല. ഫുട്ബോൾ ഇവിടെ കിടക്കുന്നു, ബാസ്കറ്റ് ബോൾ ആക്ച്വലി ഇവിടെ കിടക്കുവാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ 2 പേരും 2 സൈഡിൽ കിടക്കുമല്ലേ. ഫുട്ബോളും ആ ബാറ്റും, അല്ലെങ്കിൽ ബാറ്റിനകത്ത് കിടക്കുന്ന ബാസ്കറ്റ് ബോൾ അല്ലെ, ആ ബാറ്റിൽ കിടക്കുന്ന ബാസ്കറ്റ് ബോളും ഇപ്പുറത്ത് റൈറ്റ് എൻഡിൽ കിടക്കുന്ന ഫുട്ബോളും രണ്ട് സൈഡിലാണ്. രണ്ട് സൈഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർ നമ്മൾ ബന്ധം കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. ചാടി കയറി നോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാര്യം വേണമെങ്കിൽ അവർ വേണം സമ്മാകാൻ പറ്റും. അതിന് റീസൺ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ രണ്ട് സൈഡിലായതുകൊണ്ട് ഒരു റിലേഷനും അല്ലെങ്കിൽ പക്ക നോ റിലേഷൻ തോന്നിപ്പോകും. പക്ഷെ ഇവിടെ നോ റിലേഷൻ അല്ല വരുന്നത്. കാര്യം ഈ പറയുന്ന ഫിഗർ, ഈ പറയുന്ന 2000 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അതായത് ബാസ്കറ്റ് ബോള് എന്താ? ബാറ്റാണ്. എല്ലാ ബാസ്കറ്റ് ബോൾ ബാറ്റാണ്. ഓക്കെ, അതുപോലെ ഒരു ബാറ്റും എന്താണ്? ബാഡ്മിന്റൺ അല്ല. ഇനി അവർ പറയുന്നത് ഒരു ബാഡ്മിന്റൺ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഫുട്ബോൾ ഇങ്ങനെ വരച്ചുകൊണ്ട് പറയുവാണ് ഒരു ബാഡ്മിന്റണും ഫുട്ബോൾ അല്ല. ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന ഫുട്ബോൾ ബാറ്റിനകത്തോ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോളിലോ ഓവർലാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ വേണമെങ്കിൽ കയറി പോകാലോ. അപ്പൊ ഇങ്ങനെ മാറ്റി വരച്ചാൽ എന്ത് പറ്റും? സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കി. ഒരു ബാറ്റും ബാഡ്മിന്റൺ അല്ല, ഒരു ബാഡ്മിന്റണും ഫുട്ബോൾ അല്ല, എല്ലാ ബാസ്കറ്റ് ബോളും ബാറ്റായി. അപ്പൊ ഫിഗർ ഇങ്ങനെ മാറ്റി വരച്ചപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വ്യത്യാസമൊന്നും വന്നില്ല. പക്ഷെ നമ്മൾ നോർമലി ഇങ്ങനെ വരയ്ക്കാനും പാടില്ല. നമ്മൾ പോസിബിലിറ്റീസ് എന്ന ടോപ്പിക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ ഇങ്ങനെ മാറ്റി വരയ്ക്കാൻ പാടുള്ളൂ. കാര്യം ഇങ്ങനെ വരയ്ക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ നോർമലി ഈ പറയുന്ന കൺക്ലൂഷനകത്ത് ഈസി പോസിബിലിറ്റി എന്നൊന്നും പറയാൻ ശ്രമിക്കും കേട്ടോ. അപ്പൊ ഈ പോസിബിലിറ്റീസ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അവസാനം കൺക്ലൂഷന് കൂടുതൽ ഈസി പോസിബിലിറ്റീസ് വാക്കുകൂടെ കയറി വരും. ഇങ്ങനൊരു വാക്ക് ഇല്ലെങ്കിൽ നമ്മൾ നോർമലി ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് തന്നെ വരച്ചങ്ങ് പോകണം കേട്ടോ. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ബാറ്റും ബാസ്കറ്റ് ബോൾ, ബാഡ്മിന്റണും ഫുട്ബോളും തമ്മിൽ രണ്ട് സൈഡിലാണ്. അപ്പൊ അത് നമുക്ക് നോ റിലേഷൻ ആണ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സം റിലേഷൻ വരാൻ, ചിലപ്പോൾ പൂർണ്ണമായിട്ട് വേണമെങ്കിൽ നോ റിലേഷൻ തന്നെ വന്നേക്കാം, ചിലപ്പോൾ ഓൾ റിലേഷൻ വരാൻ പറ്റും. അപ്പൊ അത് ഉറപ്പില്ലാത്ത, വീണ്ടും പറയാം, കൺഫേം അല്ലാത്ത ഒരു കാര്യങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യില്ല. അതുകൊണ്ട് രണ്ടാമത്തെയും ഫോളോ ചെയ്യില്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, നോ ബാഡ്മിന്റൺ ഈസ് ബാസ്കറ്റ് ബോൾ. ഒരു ബാഡ്മിന്റണും ബാസ്കറ്റ് ബോൾ അല്ല. അത് ഉറപ്പല്ലേ? ഓക്കെ, ഒരു ബാറ്റും ബാഡ്മിന്റൺ ഇല്ലാത്തതുകൊണ്ട് ബാറ്റിൽ കിടക്കുന്ന ഒരു ബാഡ്മിന്റണും ഒരിക്കലും ബാസ്കറ്റ് ബോൾ ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മൂന്നാമത്തെ ഫോളോ ചെയ്യും. ക്ലിയർ ആയോ? നാലാമത്തത്, ഓൾ ബാറ്റ്സ് ആർ ബാസ്കറ്റ് ബോൾ. എല്ലാ ബാറ്റും ബാസ്കറ്റ് ബോൾ ആകോ? ഇല്ല. എല്ലാ ബാഡ്മിന്റണുമാണ് ബാറ്റ്. തിരിച്ച് എല്ലാ ബാറ്റും ബാസ്കറ്റ് ബോൾ ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നാലാമത്തെ ഫോളോ ചെയ്യില്ല. ഉത്തരം ആര് വരും? only 1 and 3. only 1 and 3 follows. only 1 and 3 follows എന്നാണ് കിട്ടുന്നത്. പക്ഷേ ഓപ്ഷനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഉത്തരം കൊടുക്കേണ്ടി വരും ഓപ്ഷൻ D ആയ നൺ ഓഫ് ദീസ് കൊടുക്കേണ്ടി വരും.
ക്ലിയർ ആയോ? ഓപ്ഷൻ ഡി ആയ നൺ ഓഫ് ദീസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പം എന്തെങ്കിലുമൊക്കെ പിടി കിട്ടിയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, നവാസ് ഒക്കെ പറഞ്ഞു. എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അബീന പറയുന്നു വെരി ഗുഡ്. മറ്റു കുട്ടികൾ റെസ്പോണ്ട് ചെയ്യാമോ? നീരജ. ഓക്കെ, കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ. രാംകുമാർ, ശ്രുതി, നീതു, പോൾ, എല്ലാവരും ഓക്കെ ആണോ? അലൻ വെരി ഗുഡ്, അലൻ റെസ്പോണ്ട് ചെയ്തു. ഓക്കെ, വെരി 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 ഗുഡ്. ഓക്കെ, അപ്പം വീണ്ടും പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ആക്കി പോവുക. എളുപ്പമാണ്, പൊതുവെ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ കുറച്ച് ഐഡിയ കൊണ്ടുവരണം. അപ്പൊ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താ, രണ്ട് സൈഡിൽ കിടക്കുന്ന വ്യക്തികൾ നോർമലി ഓവർലാപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നോ റിലേഷൻ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആയോ? ചിലപ്പം അത് നോ റിലേഷൻ വരാൻ, ചിലപ്പോൾ സം റിലേഷൻ ആകാൻ, ചിലപ്പോൾ ഓൾ റിലേഷൻ ആകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ ഈ മാറ്റി വരച്ച കേസ് ബേസിൽ ഓർക്കുക, മാറ്റി വരച്ച കേസ് നമുക്ക് പോസിബിലിറ്റീസ് എന്ന രീതിയിൽ പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. കാര്യം പോസിബിലിറ്റീസ് പറഞ്ഞാൽ കൺക്ലൂഷനകത്ത് തന്നെ ഈസിയെ പോസിബിലിറ്റി ചേർത്തിട്ട് കൺക്ലൂഷൻ കൊടുക്കും. അപ്പോഴാണ് നമ്മൾ ഇതിനെ പറ്റി മാറ്റി ചിന്തിക്കേണ്ടത്. ഓക്കെ, നോർമലി വരയ്ക്കുമ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് തന്നെ വരച്ചങ്ങ് പോവുക. ഓക്കെ, ഇതാണ് മെയിൻ സംഭവം. അപ്പൊ നമുക്ക് കുറച്ചും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് പക്ക ആയി കിട്ടും. ശരി, നോക്കാം, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. All windows are room. All windows are room. No room is a wall. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നായിരിക്കും? എല്ലാ വിൻഡോസും എന്താണ്? റൂമാണ്. ഓക്കെ, അതുപോലെ ആർന്ന് കൊടുത്തു. ഒരു റൂമും വോളല്ല, ഒരു റൂമും വോളല്ല. ഓക്കെ, ഇതാണ് രണ്ടായിരം വരയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ നോ വിൻഡോ ഈസ് എ വോൾ. ഒരു വിൻഡോയും വോൾ ആകത്തില്ലല്ലോ. കാര്യം ഒരു റൂമും വോളല്ല. അതുകൊണ്ട് റൂമിൽ കിടക്കുന്ന വിൻഡോയ്ക്ക് എന്താകാൻ പറ്റില്ല? വോൾ ആകാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് വൺ ഫോളോ ചെയ്യണം. സെക്കൻഡ്, നോ വോൾ ഈസ് റൂം. ഉറപ്പല്ലേ? ഈ നോ റൂം ഈസ് വോൾ നേരെ തിരിച്ച് കൺവേർഷൻ അല്ലേ നോ വോൾ ഈസ് റൂം എന്ന് പറയുന്നത്, അല്ലേ? നോ ARB എന്ന് പറഞ്ഞാൽ കൺഫേം, നോ BR. അപ്പം ഈ ഒരാൾ നമുക്ക് വെണ്ടയർ നോക്കിയില്ലെങ്കിലും പറയാൻ പറ്റും എന്താണ്? ഓൾ AR. നോ ARB ആണെങ്കിൽ കൺഫേം ആണ്, നോ BR. ഇവിടെ നിന്നാണ് രണ്ടും ഫോളോ ചെയ്യും. ഭയങ്കര സിമ്പിൾ ആട്ടോ. നമുക്ക് മാക്സിമം 15 സെക്കൻഡ്സ് ധാരാളമാണ് കേട്ടോ, ധാരാളമാണ്. ഓക്കെ, ഇത്രയൊക്കെയുള്ള നമ്മുടെ വെണ്ടയറിന്റെ പരിപാടി കേട്ടോ. സോറി, വെണ്ടയറിൽ നമ്മുടെ ഫിലോസിന്റെ പരിപാടി. ഓക്കെ അല്ലേ? മുന്നോട്ട് പോകാം. ശരി, ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. വേഗം പറഞ്ഞേ. ഓൾ ലയൺ ആർ ടൈഗേഴ്സ്. സം ടൈഗേഴ്സ് ആർ ഹോഴ്സസ്. കൺക്ലൂഷൻ, സം ഹോഴ്സസ് ആർ ലയൺ, നോ ഹോഴ്സ് ഈസ് ലയൺ. ചെയ്ത് നോക്കണേ, വെറുതെ ഇരിക്കരുത്. എന്ത് കിട്ടി? എല്ലാ ലയണും ടൈഗർ ആണ്, സം ടൈഗേഴ്സ് ആർ ഹോഴ്സ് ആണ്. അങ്ങനെയാൽ കൺക്ലൂഷൻ, സം ഹോഴ്സ് ആർ ലയൺ വരുന്നുണ്ടോ? നോ ഹോഴ്സ് ഈസ് ലയൺ വരുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, മുഹമ്മദ് നവാസ് പറയുന്ന ഓപ്ഷൻ ഡി പറയുന്നു. നീരജ ഡി പറയുന്നു. ഓക്കെ, ശരി, നോക്കിയോ. പിന്നെ വെണ്ടയർ എങ്ങനെ വരയ്ക്കുന്നത്? എല്ലാ ലൈനും ടൈഗർ അല്ലേ? എല്ലാ ലൈനും ടൈഗർ ആണ്. എങ്ങനെ വരയ്ക്കാം? എല്ലാ ലൈനും ടൈഗറിനകത്ത് ഉൾപ്പെടണം. നെക്സ്റ്റ്, സം ടൈഗേഴ്സ് ആർ ഹോഴ്സ് അല്ലേ? കുറച്ച് ടൈഗേഴ്സ് എന്താണ്? ഹോഴ്സ് ആണ്. ഇങ്ങനെയല്ലേ വെണ്ടയർ വരയ്ക്കുന്നത്? അങ്ങനെയെങ്കിൽ സം ഹോഴ്സസ് ആർ ലയൺ. കുറച്ച് ഹോഴ്സസ് ലയൺ ആണോ? അപ്പൊ നോക്കുമ്പോൾ ഈ ലയണും ഹോഴ്സും തമ്മിൽ ഡയറക്റ്റ് ബന്ധമുണ്ടോ? നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പം സം റിലേഷൻ വരാം, ചിലപ്പോൾ നോ റിലേഷൻ അല്ലെങ്കിൽ ഓൾ റിലേഷൻ ഒക്കെ വരാം. അപ്പൊ അതുകൊണ്ട് ഉറപ്പില്ലെങ്കിൽ നമ്മൾ എന്താണ് നോർമലി ഫോളോ ചെയ്യാൻ പാടില്ല. അങ്ങനെങ്കിൽ നോ ഹോഴ്സസ് ലയൺ പറയാൻ പറ്റുമോ? അതും ആക്ച്വലി ഫോളോ ചെയ്യില്ല. ക്ലിയർ അല്ലേ? ഇനി അപ്പൊ നോക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഇവിടെ ആക്ച്വലി ഉത്തരം ഓപ്ഷൻ ഡി ആന്ന് വിചാരിക്കും. പക്ഷേ ഉത്തരം ഡി അല്ല കേട്ടോ. ഇവിടെ ഉത്തരം ആക്ച്വലി ഓപ്ഷൻ സി ഐദർ ആണ്. ഓക്കെ, ഇതാണ് ആക്ച്വലി നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു തിയറി പാർട്ടോട് എക്സ്ട്രാ പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ വിഷമിക്കേണ്ട സംഭവം എളുപ്പമാണ്. അപ്പൊ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി കിട്ടിൽ തെറ്റൊന്നുമില്ല. ഇതുവരെ നിങ്ങൾ പഠിച്ചതിലൊക്കെ ഓക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നോക്കുമ്പോൾ രണ്ടും ഫോളോ എന്തായാലും ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ഉത്തരം ഓപ്ഷൻ നൈദർ അല്ല, നമുക്ക് ഐദർന്ന് കിട്ടും. അതിന്റെ റീസൺ പറയാം. ഓക്കെ, അപ്പം ഇനിയാണ് നമുക്ക് പറയേണ്ട ഒരു കാര്യം ഉള്ളത്, ഇമ്പോർട്ടന്റ് പാർട്ടാണ് കോംപ്ലിമെന്ററി പെയേഴ്സ്. അല്ലെങ്കിൽ എപ്പോഴാണ് ഐദർ ഓർ യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഐദർ ഓർ യൂസ് ചെയ്യുന്നത് പറയാം. ഓക്കെ, ഇനി ഇതിന് മുന്നായിട്ട് ഞാൻ ഒരു കാരണം ജസ്റ്റ് പറയാം. നോക്കി, നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടോ?
ഇയാൾ ഓൾ സ്റ്റേറ്റ്മെന്റും ഇയാൾ സം സ്റ്റേറ്റ്മെന്റ് അല്ലേ? അത് രണ്ടും ബേസിക്കലി പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? രണ്ടും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? ഉറപ്പല്ലേ? അല്ലേ? അങ്ങനെയെങ്കിൽ തരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ if all the statements are positive no negative conclusions follow. ഓക്കെ, അത് തരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ നെഗറ്റീവ് കൺക്ലൂഷൻ ഫോളോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കൺക്ലൂഷൻ ഡയറക്റ്റ് തന്നെ പറയാം, ഒരിക്കലും ഫോളോ ചെയ്യില്ല. ഒറ്റയടിക്ക് തന്നെ അയാൾ ഫോളോ ചെയ്തെന്ന് പറയാൻ സാധിക്കും. പറഞ്ഞ ക്ലിയർ ആയോ? തരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഒരു കാരണവശാൽ നെഗറ്റീവ് കൺക്ലൂഷൻ ഫോളോ ചെയ്യത്തേ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ വെണ്ടാരം വരച്ചില്ലെങ്കിൽ തന്നെ പറയാൻ പറ്റും രണ്ടാമത്തെ കൺക്ലൂഷൻ ഒരിക്കലും ഫോളോ ചെയ്യില്ല. അത് പറഞ്ഞ് മനസ്സിലായി കുഞ്ഞുങ്ങളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്തത് പറഞ്ഞ് മനസ്സിലായിരുന്നു? ഈ പറഞ്ഞ ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ട്രിക്കും കൂടെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും. വേഗം നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും. തരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് കൺക്ലൂഷൻസും ഒരു കാരണവശാലും ഫോളോ ചെയ്യാൻ പോകുന്നതേ ഇല്ല. ഇത് ഓക്കെ അല്ലേ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? ആരെയും സൈഡിൽ നിന്ന് റെസ്പോൺസ് ഇല്ലല്ലോ? ഹലോ ഓക്കെ അല്ലേ? ഒക്കെ ഒന്നുകൂടെ പറയാം, രാമനോട് പറയാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് വെണ്ടയർ വരച്ചിട്ടാണ് നോർമൽ എന്ത് കണ്ടുപിടിച്ചത്? നോ ഹോഴ്സ് ഈസ് ലയൺ എന്ന് പറയുന്ന കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ഉറപ്പല്ലേ? വെണ്ടയർ വരച്ചപ്പോ എന്താ, എല്ലാ ലയണും ടൈഗർ ആണ്, കുറച്ച് ടൈഗർ ഹോഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ ഈ ലയൺ ഹോഴ്സും രണ്ട് സൈഡിൽ കിടക്കുന്ന കാരണം അവർ തമ്മിലുള്ള ബന്ധം ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ചിലപ്പം സം റിലേഷൻ വരാം, ചിലപ്പം ഓൾ റിലേഷൻ വരാം, ചിലപ്പം സം നോട്ട് വരാം, ചിലപ്പോൾ നോ ഒക്കെ വരാം. അപ്പൊ നമുക്ക് ഉറപ്പില്ലെങ്കിൽ ഒരു കാരണവശാലും ആ കൺക്ലൂഷൻ ഫോളോ ചെയ്യാൻ പാടില്ലെന്നാണ് കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് ആക്ച്വലി വെണ്ടയിനെ വരച്ച് നമുക്ക് കണ്ടുപിടിച്ചത്. പക്ഷെ നമുക്ക് ആ ഒരു കാര്യം അത് എളുപ്പത്തിൽ പറയാൻ പറ്റും. കാരണം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടോ, ഒരാൾ ഓൾ സ്റ്റേറ്റ്മെന്റും മറ്റൊരാൾ സം സ്റ്റേറ്റ്മെന്റ് അല്ലേ? രണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? അപ്പൊ തരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നോയോ സം നോട്ടോ വരുന്ന കൺക്ലൂഷൻസ് ഫോളോ ചെയ്യില്ല, ഡസ് നോട്ട് ഫോളോ. അപ്പൊ ഡയറക്റ്റ് എന്ന് പറയാൻ പറ്റും രണ്ടാമത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യത്തേ ഇല്ലെന്ന് പറയാൻ പറ്റും. ഇതാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്. ശരി, ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ ഐദർ ഒരു കണ്ടീഷൻ ഇവിടെ പറഞ്ഞ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആയിട്ട് കിട്ടിയായിരുന്നു. പക്ഷെ ഇവിടെ ഉത്തരം ഡി അല്ല, ഓപ്ഷൻ സി ആണ് ഉത്തരം കേട്ടോ. എന്താന്ന് പറയാം, നമുക്ക് ഓപ്ഷനകത്ത് ഐദർ എന്നൊരാളുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ഒന്ന് അവയർ ആയിരിക്കണം. ചിലപ്പോൾ ഐദർ വരാൻ സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടെന്ന് പറയാം. നമുക്ക് എപ്പോഴൊക്കെയാണ് ഐദർ കണ്ടീഷൻ വരുന്ന കേസ് പറയാം. ഐദർ കേസ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. 3 കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, കിട്ടിയ കൺക്ലൂഷൻസ്, തരുന്ന കൺക്ലൂഷൻസ് രണ്ടും നിർബന്ധമായിട്ടും ആരാകണം? ഫോൾസ് ആകണം. കൺക്ലൂഷൻസ് ആർ ഫോൾസ്. ഓക്കെ, ഓൾവേസ് ഫോൾസ്, ഒരിക്കലും ഫോളോ ചെയ്യാൻ പാടില്ല. ഓക്കെ, തരുന്ന കൺക്ലൂഷൻസ് ഒരു കാരണവശാലും ഫോളോ ചെയ്യാൻ പാടില്ല. ഓക്കെ, എവിടെ അതിൽ കിട്ടിയത്? അല്ലെ, 2 കൺക്ലൂഷൻ തെറ്റല്ലേ? ഫോളോ ചെയ്യുന്നില്ലോ. ശരി. സെക്കൻഡ്, രണ്ടാമത് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 2 കൺക്ലൂഷൻസിന്റെയും S1 ഈക്വൽ ടു S2, P1 ഈക്വൽ ടു P2 ആയിരിക്കണം. നോക്കിയേ, ഇവിടെ കണ്ടോ, ഫോഴ്സ് കണ്ടോ, സെയിം അല്ലേ? S1ഉം S2ഉം സെയിം. അതുപോലെ P1ഉം P2ഉം സെയിം അല്ലേ? P1ഉം P2ഉം സെയിം ആണ്. അതുപോലെ S1ഉം S2ഉം സെയിം ആണ്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി അതുപോലെ മൂന്നാമത്തെ കണ്ടീഷനാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് മറന്നു പോകരുത്, അത് വെറുതെ ഓർത്തിരിക്കുക. അപ്പൊ ഈ കാര്യം 3 പെയറിൽ മാത്രമേ വർക്ക് ചെയ്യൂ. ആ പെയർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പെയർ സമ്മ്, അതുപോലെ നോ. ഓക്കെ, അതിൽ തരുന്ന കൺക്ലൂഷൻസ് 2 പേരിൽ ഒരാൾ സമ്മ് മറ്റൊരാൾ നോ ആയിരിക്കണം. ഓക്കെ, ഒരിക്കലും സമ്മും ഓൾ ആയാൽ പറ്റത്തില്ല. ഓക്കെ, 2 കൺക്ലൂഷൻസിൽ ഒരാൾ സമ്മ് ഒരാൾ നോ ആയിരിക്കണം. രണ്ടാമത്തെ പെയർ എന്ന് പറഞ്ഞാൽ ഒരാള് സമ്മ് മറ്റൊരാള് സം നോട്ട് ആയിരിക്കണം. മൂന്നാമത്തെ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഓളും രണ്ടാമത്തെ ആള് സം നോട്ട് ആയിരിക്കണം. ഈ 3 പെയറിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് സമ്മും ഓളും വന്നാൽ ഇത് വർക്ക് ചെയ്യില്ല. ഓക്കെ, ഓളും വന്നാൽ വർക്ക് ചെയ്യില്ല.
ക്ലിയർ അല്ലേ? ഇതാണ് 3 കണ്ടീഷൻ. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ തരുന്ന കൺക്ലൂഷൻസ് ഐദർ ഓർ എന്ന് പറയാൻ സാധിക്കൂ. കണ്ടോ, 2 കൺക്ലൂഷൻസും ഫോൾസ് ആണ്. അവിടുത്തെ S1 = S2, P1 = P2 ആണ്. ഇവിടെ സമ്മും നോയുമാണ്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി ഐദർ കൊടുക്കേണ്ടി വരുന്നത്. ഈ ഒരു പാർട്ടാണ് ഈ ടോപ്പിക്കിൽ ഉറപ്പായിട്ടും കാണാൻ പഠിക്കേണ്ടത്. ഈ ഒരു കാര്യം മറന്ന് നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് നെഗറ്റീവ് എത്ര മാർക്കാണ് 1/3 ആണ് നെഗറ്റീവ് വരുന്നത്. ഒരിക്കലും മാർക്ക് കളയരുത്. റീസൺ ഫുൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എപ്പോഴൊക്കെയാണ് ആയത് കണ്ടീഷൻസ് വന്ന ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? ഹലോ ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അദീന പറഞ്ഞു തരൂ. മറ്റുള്ള പറയാമോ? ഓക്കെ, നവാസ് പറഞ്ഞു. ഇതാണ് ഈ ടോപ്പിക്കിൽ മറന്നു പോകാതെ വെക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഈ 3 കണ്ടീഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും കൺക്ലൂഷൻ രണ്ടും ഫോൾസ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയാക്കി നമുക്ക് ഐദർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അവർ S1 = S2, P1 = P2 ആയിരിക്കണം. പിന്നെ 3 പേരിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സമ്മ് നോ. തരുന്ന കൺക്ലൂഷൻസിൽ ഒരാൾ സമ്മ് മറ്റൊരാൾ നോ ആയിരിക്കണം. രണ്ടാമത് സമ്മും സമ്മോട്ട് ആയിരിക്കണം. മൂന്നാമത്തെ ആള് ഓളും സമ്മോട്ടും ആയിരിക്കണം. ഈ 3 പേരിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഒരു കാര്യങ്ങളുണ്ട്. അതായത് ഈ ഫസ്റ്റ് 2 പേരിലെ സമ്മ് പ്ലസ് നോയും സം പ്ലസ് സമ്മോട്ടും ഇല്ലേ, അവിടെ മാത്രം ഈ 2 കാര്യം അത്ര നിർബന്ധമില്ല. മനസ്സിലായോ? നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയാം. ഇപ്പം കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് തന്നെയുള്ള കൺക്ലൂഷൻ ഒന്നുകൂടെ എഴുതാൻ ഞാൻ. ഓക്കെ, സം ഫോഴ്സ് ആണ് അല്ലേ? തൽക്കാലം ഫസ്റ്റ് കൺക്ലൂഷൻ ഇങ്ങനെ എഴുതുക. സം ഫോഴ്സ് ആർ ലയൺ. ഓക്കെ, സെക്കൻഡ് കൺക്ലൂഷൻ നോ ലയൺ ആർ ഹോഴ്സ്. ഓക്കെ, നോ ലയൺ ആർ ഹോഴ്സ് തൽക്കാലം കിടക്കുന്നു. ഓക്കെ ഓക്കെ, നോ ലയൺ ആർ ഹോഴ്സ്. അപ്പൊ നമ്മുടെ വെൻ ഡയഗ്രം പ്രകാരം നോക്കി ഇങ്ങനെ വെൻ ഡയഗ്രം ഇങ്ങനല്ലേ, എല്ലാ ലയണും ടൈഗർ ആണ്, കുറച്ച് ടൈഗർ ഹോഴ്സ് ആണ്. ഇങ്ങനെയാണ് വെൻ ഡയഗ്രം എന്നുണ്ടെങ്കിൽ കൺഫേം അല്ലേ? സം ഫോഴ്സ് ലയൺ എന്ന് പറയാൻ പറ്റുമോ? രണ്ടും 2 സൈഡിലാണ്, ബന്ധം കത്ത് പറയാൻ പറ്റത്തില്ല. നോക്കുമ്പോൾ ഇതും തെറ്റാണ്. നോ ലൈൻ ഫോഴ്സും കൺഫേം ആയിട്ടും തെറ്റാണ്. രണ്ടും 2 കണ്ടീഷൻസ് ഫോൾസ് ആയി. ഫസ്റ്റ് കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷെ നോക്കിയപ്പോൾ ഇവിടുത്തെ എന്താ S1 S2 സെയിം ആകുന്നുണ്ടോ? S1 S2 സെയിം ആണോ? അല്ലല്ലോ. അത് P1 P2 സെയിം ആണോ? അതല്ല. ഓക്കെ, അതല്ല. പക്ഷേ നമുക്ക് ഇവരെ 2 പേരെയും S1 S2 P1 P2 സെയിം ആക്കാൻ പറ്റും. എന്താ കാര്യം? നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരാളെ സമ്മിനെയോ നോവിനെയോ തൽക്കാലം തിരിച്ചെഴുതിക്കൂടെ? സം ARB എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സം ARB എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അയാളെ തിരിച്ചു പറയാം. എന്താ? സം BRA എന്ന് പറയാം അല്ലെ? സം BR എന്ന് പറഞ്ഞൂടെ? അങ്ങനെങ്കിൽ ഈ ഫസ്റ്റ് കൺക്ലൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചു പറയാം. സം ലയൺ ആർ ഹോഴ്സ് എന്ന് പറയാം. ഇങ്ങനെ മാറ്റി പറഞ്ഞാൽ വീണ്ടും എന്തായി? S1 S2 സെയിം ആക്കാൻ പറ്റും, P1 P2 സെയിം ആക്കാൻ പറ്റും. കണ്ടോ? ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ വേണമെങ്കിൽ നോ മാത്രം മാറ്റിയാൽ മതി. നോ തിരിച്ചതല്ല, നോ ARB എന്ന് പറഞ്ഞാലും എന്ത് പറയാം? ഈ പറയുന്ന നമുക്ക് നോ BR തിരിച്ചു പറയാൻ പറ്റും. അങ്ങനെ റിവേഴ്സ് ആക്കിക്കൊണ്ട് വേണ്ട നമുക്ക് എന്ത് ചെയ്യാം? 2 പേരെയും S1 S2 P1 P2 സെയിം ആക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ മാറ്റിക്കൊണ്ട് 2 പേരെയും S1 S2 P1 P2 സെയിം ആക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് പേരിനകത്ത് ഈ സമ്മിനെയും നോവിനെ ഏതെങ്കിലും ഒരാളെ മാറ്റാം. സെക്കൻഡ് സമ്മിനെ ഉറപ്പായിട്ട് സമ്മിനെ മാത്രമേ മാറ്റാൻ പറ്റൂ. അയാളെ മാറ്റി എന്താക്കാൻ പറ്റും? 2 പേരെ S1 S2 P1 P2 സെയിം ആക്കാൻ പറ്റും. പക്ഷേ മൂന്നാമത്തെ പേരായ ഓളും സമ്നോട്ടും ഇവർ രണ്ടും കൺഫേം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചെഴുതാൻ പറ്റില്ല. ഓൾ ARB എന്ന് പറഞ്ഞാൽ തിരിച്ച് ഓൾ BR എന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ. സമ്നോട്ട് തിരിച്ചു പറയാൻ പറ്റത്തില്ല. ഇവിടെ നിർബന്ധമായിട്ട് എന്തായിരിക്കണം? S1 S2 P1 P2 സെയിം ആയിരിക്കണം. എന്നാൽ ആദ്യത്തെ 2 കേസിലും നിർബന്ധമില്ല. കാര്യം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തിരിച്ചെഴുതിക്കൊണ്ട് എന്താക്കാൻ പറ്റും? S1 S2 P1 P2 സെയിം ആക്കാൻ പറ്റും. ഇതാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? കുറച്ചധികം കാര്യങ്ങൾ നമ്മളിന്ന് പറഞ്ഞു പോയി. ബുദ്ധിമുട്ടായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എന്താണ് അവസ്ഥ? ബുദ്ധിമുട്ടായെന്നാണോ എസ് കൊണ്ട് ഉദ്ദേശിച്ചത്? അതോ മനസ്സിലായെന്നാണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? അദീന പറഞ്ഞു ഓക്കെയാന്ന് പറഞ്ഞു. ബാക്കി ആൾക്കാര് ശ്രുതി, രാംകുമാർ, പോൾ, നീരജ, നവാസ്, ലിവിൻ എന്ത് പറയുന്നു?
അലൻ ഓക്കെ അല്ലേ? മനസ്സിലായി. വെരി ഗുഡ്. അപ്പം ഇത്രയും തിയറി പാർട്ടാണ് ആക്ച്വലി ഈ ടോപ്പിക്കിലുള്ളത്. മറ്റുള്ള പറയാമോ? നവാസ് ഒക്കെ ഓക്കെ ആണോ? നവാസ്, രാമൊക്കെ ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. അലൻ ഓക്കെ ആണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പം സംഭവം എളുപ്പമാണ്, വലിയ പാടില്ല. നിങ്ങൾ ആദ്യത്തെ ക്ലാസ് ആയപ്പോൾ തന്നെ ഇത്രയും ടഫ് ടോപ്പിക് പറഞ്ഞു. ടഫല്ല ആക്ച്വലി, എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു കാര്യമാണ് ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. പഠിച്ച എളുപ്പമാണ്, ഓർക്കുക. 15 സെക്കൻഡ്സ് മാത്രം മതിയാകും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക്, നമ്മുടെ എന്താ തിയറി പാർട്ട്. ബാക്കിയെല്ലാം പൊതു എളുപ്പമാണ്. ഓക്കെ, ഇത്രയും ഞാനോട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി സമയം എത്രയുണ്ട്? ഓക്കെ, 3 മിനിറ്റ് സമയമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ തൽക്കാലം ചെയ്ത് ക്ലാസ് വൈൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് 9:30 ക്ലാസ് വൈൻഡ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? ചെയ്യാമോ? ഇതുകൂടെ ചെയ്തേ, വേഗം പറഞ്ഞേ. സം ബ്ലാക്ക് ആർ പിങ്ക്, സം പിങ്ക് ആർ ബ്ലൂ, സം ബ്ലൂ ആർ വൈറ്റ്. സം ബ്ലാക്ക് ആർ പിങ്ക്, സം പിങ്ക് ആർ ബ്ലൂ, സം ബ്ലൂ ആർ വൈറ്റ്. കിട്ടുന്നുണ്ടോ? ഓക്കെ, എന്ന് നോക്കിക്കോട്ടോ. ഇതൊരു പറയാൻ ശ്രദ്ധിക്കുക, സിമ്പിൾ ആണ്. ഇവർ വെണ്ടയും ബക്കറ്റ് വരച്ചു പോവുക. സം ബ്ലാക്ക് ആർ പിങ്ക് അല്ലെ, കുറച്ച് ബ്ലാക്ക് പിങ്ക് ആണ്. നെക്സ്റ്റ് എന്താ? സം പിങ്ക് ആർ ബ്ലൂ. ഓക്കെ, ഇത് ബ്ലാക്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് സം പിങ്ക് ആർ ബ്ലൂ. ഓക്കെ, BLU. ഓക്കെ, അതുപോലെ സം ബ്ലൂ ആർ വൈറ്റ്. ഇങ്ങനെയാണ് വെണ്ടയിലെ, ഇങ്ങനെയാണ് വെണ്ടയിലും വരയ്ക്കുന്നത്. ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. ഈ കൺക്ലൂഷൻ നോക്കുമ്പോൾ ഡയറക്റ്റ് തന്നെ പറയാൻ പറ്റും. ഫോർത്ത് വൺ ഫോളോ ചെയ്യത്തില്ലല്ലോ. കാരണം സ്റ്റേറ്റ്മെന്റ്സ് 3 പേരും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒരു കാരണവശാലും നെഗറ്റീവ് ആയിട്ടുള്ള കൺക്ലൂഷൻ ഫോളോ ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് പറയാൻ ഫോർത്ത് കൺക്ലൂഷൻ ഫോളോ ചെയ്യത്തില്ല. ബാക്കി ആൾക്കാർ നോക്കിയാൽ മതിയല്ലോ. ഫസ്റ്റ് വൺ, സം വൈറ്റ് ആർ ബ്ലാക്ക്. സം വൈറ്റ് ആർ ബ്ലാക്ക് ശരിയാണോ? വൈറ്റ് ഇവിടെ കിടക്കുന്നു, ബ്ലാക്ക് ഇവിടെ കിടക്കുന്നു. രണ്ടും രണ്ട് സൈഡിലാണ്. രണ്ട് സൈഡിലെ ബന്ധം ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഫസ്റ്റ് വൺ ഫോളോ ചെയ്യില്ല. ശരിയല്ലേ? നെക്സ്റ്റ്, സം ബ്ലൂ ആർ ബ്ലാക്ക്. ബ്ലാക്ക് ഇവിടെ കിടക്കുന്നു, ബ്ലൂ ഇവിടെ കിടക്കുന്നു. അതും നോക്കുമ്പോൾ ഡയറക്റ്റ് ബന്ധമില്ല. ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ റിലേഷൻ കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഫോളോ ചെയ്യില്ല. വീണ്ടും മൂന്നാമത്തത്, സം ബ്ലാക്ക് ആർ ബ്ലൂ. ഇതേപോലെ തന്നെ അല്ലേ, ബ്ലാക്ക് ഇവിടെ കിടക്കുന്നു, ബ്ലൂ ഇവിടെ കിടക്കുന്നു. നോക്കുമ്പോ എന്താ? രണ്ടും രണ്ട് സൈഡിലാണ്. അപ്പൊ നോക്കുമ്പോ ആരാ ഇവിടെ? ആരും നൺ ഫോളോസ് എന്ന് കിട്ടും. നൺ ഫോളോസ് അല്ലേ? പക്ഷേ ഉത്തരം നൺ ഫോളോസ് അല്ല. ഓപ്ഷനകത്ത് ഐദർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെപ്പറ്റി ചിന്തിക്കണം. അപ്പം ഐദർ എവിടൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ? നമുക്കറിയാം 3 കണ്ടീഷൻസ് ഉണ്ട്. എല്ലാ കൺക്ലൂഷൻസും കൺഫേം ആയിട്ട് ഫോൾസ് ആയിരിക്കണം. ഇവിടെ എല്ലാം ഫോൾസ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ എന്താ? ആരൊക്കെ? S1 = S2 ആകണം, P1 = P2 ആകണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? സമ്മ് നോ അല്ലെ? സമ്മ് നോ, സം നോട്ട്, ഓള് സം നോട്ട്. ഈ 3 പേരിൽ മാത്രമേ വർക്ക് ചെയ്യൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒന്നാമത്തേനകത്ത് സമ്മാണ്, 4 നോയാണ്. അവിടെ വൈറ്റ്, ബ്ലാക്ക് അല്ലെ? ഇപ്പൊ എന്താ? ഈ പറയുന്ന S1 S2 സെയിം ആണ്, P1 P2 സെയിം ആണ്, സമ്മ് നോയുമാണ്. അത് ഉത്തരമാരായി ഓപ്ഷൻ ഡി, ഐദർ 1 or 4 ഫോളോസ്. ഇതാണ് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നവാസ് പറഞ്ഞു, അതിനെ പറഞ്ഞ വരെ ഇത്രയേ ഉള്ളൂ. സംഭവം ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഈ സൈഡിൽ കിടപ്പുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇതിൽ കിടക്കുന്ന മറ്റു ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് പോസിബിലിറ്റീസ് കൂടെ ചേർത്ത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് ഈ ടോപ്പിക് കംപ്ലീറ്റ് ആകും. ഓക്കെ അല്ലേ? അപ്പം ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ നിങ്ങൾ എല്ലാവരും? ഓക്കെ, അപ്പം താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്.